Glory to God. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for this blessed morning time. വളരെ സന്തോഷമുള്ള ഒരു ആത്മീയ സന്ദേശം ഇന്ന് പകൽ നമുക്ക് ലഭിക്കുവാനിടയായി. We have received a very wonderful message from the Word of God this morning. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽ ദൈവം ശക്തമായി ഉപയോഗിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that He used His servant very mightily among us this morning. Amen. കരങ്ങളടിച്ച് ദൈവത്തിന് എല്ലാവരും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for Pastor Shaji. ദൈവത്തിന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for his family. അഗാപ്പെ മിനിസ്ട്രീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I thank God for all the various ministries that are taking place under Agape Ministries. ഇവിടെ നടക്കുന്ന ഈ ആത്മീയ ഉണർവിൽ നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ ദൈവം എനിക്കും അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that He gave me an opportunity to be a part of this spiritual revival that's taking place over here. ദാസൻ പാസ്റ്റർ ക്ലെമന്റ് വർഗീസ് ഇവിടെ ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God and praise God to see Pastor Clement Borges over here. എല്ലാവരും ഇന്ന് പകൽ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. This morning may the Lord bless each and every one of you. Please stand in your place and everyone here. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് let's close our eyes in the presence of God. ചില മിനിറ്റുകൾ വായ്കൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ For some moments let's open our mouths, lift our voice and praise God. We need the presence here. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. Close your eyes and lift your hand and everyone here. കണ്ണുകളെ അടച്ച് കരങ്ങളെ ദൈവ സാന്നിധ്യത്തിൽ ഉയർത്താം. എല്ലാ വായ്കളെ തുറന്ന് എല്ലാവരും every voice be lifted up. ചില മിനിറ്റുകൾ ശബ്ദം ഉയർത്തി For some moments let's lift our voice and praise God. Praise you, Jesus. Hallelujah. Father God, we give you all praise, we give you all glory and honor your name, Lord. പിതാവേ സകല മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. You are the Lord of Almighty, you are the Lord of miracle, Father. അങ്ങ് സർവശക്തനായ ദൈവമാകുന്നു, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Lord, we are expecting great things today morning, Father God. കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങിൽ നിന്ന് വലിയവ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് Everyone, come on, let's all get together, lift our voice and praise God. Praying thanks everyone. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ അന്യഭാഷകളിൽ സംസാരിച്ചു അല്പനിമിഷം. ഓ ഹല്ലേലൂയ. Everyone, let's lift our voice. Let's lift our voice. Sing everyone. Hallelujah. Shabda uyarti. Hallelujah. Your voice is lifted. Let's sing together. Thank you, Father God. Hallelujah. Hallelujah.
സ്വർഗീയ പിതാവാം കർത്താവേ, നല്ല പകലിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. Heavenly Father, we thank you for this wonderful morning. അങ്ങയുടെ അനുഗ്രഹീതമായ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. Thank you that your blessed presence is in our പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തിരിക്കാൻ നന്ദി. Holy Spirit, we thank you that you have taken complete control of the ministry. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരിൽ അങ്ങയുടെ ആത്മാവിന്റെ കരം ചലിക്കുന്നതിന് നന്ദി. This morning we thank you that your spirit is going to move upon every soul that is സ്തുതിക്കുന്നവരിൽ പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുന്നതിന് നന്ദി. Thank you that your spirit is going to move upon every person. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നതിന് നന്ദി. I thank you that right now your power is moving among us. പരിശുദ്ധാത്മാവിന്റെ കരം ഇവിടെ വെളിപ്പെടുന്നതിന് നന്ദി. Holy Spirit, we thank you for manifesting your mighty hands among us. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. Let every powers of darkness be loosened. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടട്ടെ. Let the presence of God manifest in this place. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിന്റെ രക്തം വീണ്ടെടുത്തതിന് നന്ദി. We thank you that your blood has redeemed each and every person standing over അങ്ങയുടെ here. രക്തത്തിന്റെ ശക്തിക്ക് നന്ദി. We thank you for the power of your blood. അവിടുത്തെ വചനത്തിന്റെ ശക്തിക്ക് We നന്ദി. thank you for the power of your word. എല്ലാ ഇരുളിന്റെ അധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉടനെ മാറട്ടെ. In the name of Jesus, let every power of darkness be gone. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള കോപുരം അതിനെ ജയിക്കത്തിന് അരുളി ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Thank you, Holy Spirit. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. Give you all glory, honor, and praise. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name we pray. Glory to God. കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. Let's turn our attentions to the Word of God. വളരെ വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. Very quickly, let me bring your attentions to a scripture. Luke chapter 11 verses 1. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. ദയവായി വായിക്കാം. And it came to pass that as he was praying in a certain place, when he ceased, one of his disciples said unto him, Lord, teach us to pray. And John also taught his disciples. താഴെയുള്ള വാക്യം വായിച്ചാൽ. And he said unto them, When ye pray, say, Our Father which art in heaven, hallowed be thy name. Thy kingdom come, thy will be done as is in heaven, so in earth. Give us day by day our daily bread, and forgive us our sins, for we also forgive everyone that is indebted to us. And lead us not into temptation, but deliver us from evil. And he said unto them, Which of you shall have a friend, and shall go unto him at midnight, and say unto him, Friend, lend me 3 loaves, for a friend of mine is in his journey is come to me, and I have nothing to set before him. And he from within shall answer and say, Trouble me not, the door is now shut, and my children are with me in bed. I cannot rise and give thee. I say unto you, though he will not rise and give him because he is his friend, yet because of his importunity he will rise and give him as many as he needeth. And I say unto you, ask, and it shall be given unto you. Seek, and ye shall find. Knock, and it shall be opened unto you. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും. Ask, and it shall be given to you. Seek, and ye shall find. Knock, and it shall be opened unto you. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പകൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. This morning the Spirit of the Lord has given me a very important topic to teach to all of you. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് മാറ്റം തരുവാൻ കഴിയും. The word of God never changes, but the word of God brings change in our life. ദൈവവചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല,
എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് രൂപാന്തരം തരുവാൻ കഴിയും. It's not possible for any human being to change the word of God, but the word of God brings transformation in our life. മാറ്റം ഇല്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതുമാണ് ദൈവത്തിന്റെ വചനം. The word of God is unchanging but brings about change in our life. ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് കർത്താവിന്റെ വചനം. Word of God is something that no one can change but brings about change in our life. ഇന്ന് പകലിൽ നിങ്ങൾ ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനമാണ് നിങ്ങളെ If സൗഖ്യമാക്കുന്നത്. this morning you are sitting here desiring healing in your bodies, it is this word that will bring that about. 107 സങ്കീർത്തനം 20 വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. Psalms 107 verse 20 said he sent forth his word and healed their diseases. എത്ര വലിയ പിന്മാറ്റത്തിലായിരിക്കുന്ന വ്യക്തിയെയും എത്ര വലിയ പാപത്തിൽ കിടക്കുന്ന വ്യക്തിയെയും വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് The കഴിയും. word of God is mighty and powerful to bring back any person who might be in any kind of backslidden situation and bring transformation. കാരണം യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ വിശുദ്ധിയുള്ളവരാകും. Because Jesus said during his ministry that you have been made clean by the words that I spoke to you. ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ സൗഖ്യമാക്കുവാൻ The കഴിയും. word of God can heal us. ദൈവത്തിന്റെ വചനത്തിന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ The കഴിയും. word of God can purify us. ഹല്ലേലൂയ. Hallelujah. ഒരു അനുഗ്രഹമാണ് എന്ന ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. If you are expecting a blessing in the presence of God this morning, the Bible says, if you hear, if you read, if you listen and obey the word of God, you will receive the blessing of God. ദൈവവചനം നമ്മളെ സൗഖ്യമാക്കുന്നു. The word of God heals us. ദൈവവചനം നമ്മളെ The വിശുദ്ധീകരിക്കുന്നു. word of God purifies us. ദൈവത്തിന്റെ വചനം നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. The word of God leads us to blessing. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വെളിച്ചമാണ്. Light is the only thing that moves the fastest in the world. വെളിച്ചത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനമോ വെളിച്ചത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമോ ഇന്നുവരെയും ശാസ്ത്രത്തിന് കണ്ടെത്തുവാൻ കഴിയില്ല. Science has not yet come up with any vehicle or any rocket that can travel faster than light. എന്നാൽ വെളിച്ചത്തെക്കാളും പ്രകാശത്തെക്കാളും അതിവേഗത്തിൽ ഓടുന്നതാണ് ദൈവത്തിന്റെ But the വചനം. word of God works and moves faster than light. നിങ്ങൾ ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു അത്ഭുതം ചെയ്യുവാൻ കർത്താവിന്റെ This വചനത്തിന് morning, കഴിയും. as you sit in this sanctuary and listen to the word of God, this word can move miles apart and work in places where you have a need. നിങ്ങൾ ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി അയക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. As you sit and listen to the word of God over here, the Holy Spirit can send this word and bring about deliverance inside your house. ആ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നാണ് ഇങ്ങനൊരു വാക്യം വായിച്ചു കേട്ടത്. This morning, the scripture that we read is from this unchanging word of God. ഇന്ന് പകൽ ഞാൻ എടുക്കുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. This morning, the message that I'm going to speak to you is very important. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സത്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. What I'm going to teach to you is one of the foundational things of a Christian life. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. The Bible says that he was praying in a particular place. പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യത എന്ന് തിരിച്ചറിയണമെങ്കിൽ നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നാം അനുകരിക്കുന്ന, നാം അനുഗമിക്കുന്ന യേശുവിനെ നോക്കുക. If you want to know and understand the importance of prayer in your life, you need to seek, you need to find, you need to follow the model of Jesus. ബഹുമാന്യനായ ദേവദാസൻ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. And just like the honorable servant of God said, that foundation of our Christian life is Christ himself. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. Jesus is the foundation of our church. യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ അനുസരിക്കുന്ന, യേശുവിനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി. A Christian is a person who follows Jesus, who lives according to the life of Jesus. യേശുവിനെ പോലെയാകുവാനാണ് പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Father desires of us that we all become like Jesus. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗ്ഗവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. That is why in Hebrews chapter 3 verse 1 he says, wherefore holy brethren, partakers of heavenly calling, consider apostle and high priest of our profession, Jesus Christ. എബ്രായർ 12:1 എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും
പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. And in Hebrews chapter 12 verse 2 it says, looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame. യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ നോക്കുക, യേശുവിനെ അനുസരിക്കുക, യേശുവിനെ പോലെയാകുക. ഇതാണ് ക്രിസ്തീയ ജീവിതം. You need to follow Jesus, you need to look to Jesus, you need to live like Jesus and be like Jesus. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. And Lord Jesus said that always a disciple is like the master. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. Everyone who is trained becomes like the master. അടുത്തിരിക്കുന്ന കരങ്ങൾ കൊടുത്ത് പറയുക, യേശുവിനെ പോലെയാകുക. Give hands to your neighbor and say, be like Jesus. ഒത്തിരി പേർക്ക് കരങ്ങൾ കൊടുത്ത് പറയുക, യേശുവിനെ പോലെയാകുക. Shake hands with someone else and say, become like Jesus. യേശുവിനെ നോക്കുക, Look to Jesus, യേശുവിനെ അനുഗമിക്കുക, follow Jesus, യേശുവിനെ അനുസരിക്കുക, obey Jesus, യേശുവിനെ പോലെയാകുക. and become like Jesus. യേശു ക്രിസ്തു നമ്മെ പോലെയായത് നാം അവനെ പോലെയാകുവാൻ The വേണ്ടിയാണ്. reason Jesus became a human like us was for us to become like him. അവൻ പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി മാറിയത് He was tempted in everything else but was without sin. നമുക്ക് മാതൃക വെച്ചിട്ട് പോകുവാനാണ്. And he laid a model life before us to follow. നമ്മുടെ മോഡൽ, നമ്മുടെ മാതൃക ഈ ഭൂമിയിൽ ഒരു മനുഷ്യനല്ല. An example or model for us to follow is not any person in the നമ്മുടെ earth. മാതൃക ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനല്ല. Not any servant of God used mightily by God. നമ്മുടെ മാതൃക ദൈവപുത്രനായ ക്രിസ്തുവാണ്. Our model is Jesus Christ, the Son of God alone. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാണ്. Our model is Jesus Christ. അങ്ങനെയെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ അനുസരിക്കുന്ന, യേശുവിനായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. If it is so, any person who follows Jesus, who lives like Jesus lives, wants to be like Jesus, the most important thing in such a person's life is prayer. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. The Holy Bible says that he was praying in a certain place. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. So Jesus was a praying person. യേശുവിന്റെ ജീവിതം നിറയെ പ്രാർത്ഥനയായിരുന്നു. Jesus' life was full of prayer. പ്രാർത്ഥനയുടെ പ്രാധാന്യത എന്ത് എന്ന് അറിയണമെങ്കിൽ യേശുവിനെ നോക്കുക. If you want to know how important prayer is, you need to look to Jesus. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. And in the Holy Bible it says that Jesus started his public ministry at the age of 30. യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി വന്നു. The Bible says that Jesus walked up to John the Baptist in the river Jordan. He got baptized. As he rose up from the water, heavens was open, and Holy Spirit came upon him. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം പ്രാർത്ഥനയിലായിരുന്നു. The beginning of Jesus Christ's ministry was with prayer. അവൻ സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗ്ഗം അവന്റെ മുമ്പിൽ It തുറന്നത്. was while he got up from the waters of baptism and while he was praying, heavens were open and Holy Spirit came upon him. ഇന്നും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. Even today it has not changed. ഇന്നും പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാണ് സ്വർഗ്ഗം തുറക്കുന്നത്. Even today, upon those person who pray, the heavens are open. ഇന്നും പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Even today, upon those person who prays, the heaven works. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവരെ മനുഷ്യന്റെ മുമ്പിൽ കരയുവാൻ ദൈവം അനുവദിക്കുന്നില്ല. The person who cries before God, God will never let him cry before God. ദൈവത്തോട് യാചിക്കുന്നവരെ മനുഷ്യരോട് യാചിക്കുവാൻ അവൻ A സമ്മതിക്കുന്നില്ല. person who seeks and asks unto God, God will never allow him to. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ഒരു വ്യക്തിയെയും ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല. Any person who kneels down or bows before God, God will never put him to shame. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. Jesus Christ started his ministry in prayer. ഇതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? What do we learn from ജീവിതത്തിൽ ഒരു നല്ല തുടക്കം നാം ആഗ്രഹിക്കുന്നെങ്കിൽ, നാം പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് പ്രാർത്ഥനയിൽ ആരംഭിക്കുക. If you are desiring a great beginning in your life, a great start in your life, it should start with prayer. യേശു ക്രിസ്തു തന്റെ മിനിസ്ട്രി ആരംഭിച്ചത് പ്രാർത്ഥിച്ചാണ്. Jesus started his ministry praying. പ്രാർത്ഥിച്ചാരംഭിച്ചതിനെ ഒതുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. The ministry he started in prayer, no one could hinder it. പ്രാർത്ഥിച്ചാരംഭിച്ചതിനെ പരിഹസിച്ചും അപവാദങ്ങൾ പറഞ്ഞും കുറ്റാരോപണങ്ങൾ നടത്തിയും ക്രൂശിച്ചും ഒതുക്കുവാൻ ശ്രമിച്ചെങ്കിലും പ്രാർത്ഥിച്ച് ആരംഭിച്ചതിനെ കല്ലറകൾക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. Even though they
They tried to scoff him, they tried to mock him, they tried to persecute him, and finally they crucified him, but they were not able to stop him because he started his ministry in prayer. പ്രാർത്ഥനയിൽ ആരംഭിക്കുക. You need to begin in prayer. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. What I'm saying is this. യേശുവാണ് നമ്മുടെ മാതൃക. Jesus is our model. അങ്ങനെ യേശുവിനെ നോക്കുക. If so, we need to look at Jesus. യേശു ചെയ്തത് നാം ചെയ്യുക. We need to do what Jesus did. അവൻ പ്രാർത്ഥിച്ചാണ് അവന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. He started his ministry in prayer. രണ്ടാമതായി Second, അവൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാണ്. he chose the 12 disciples to follow him after praying a whole night. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ 12 വരെ നിയമിച്ചു. After having prayed the whole night in the mountain, he came down and chose 12 for him. ജീവിതത്തിൽ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, ചൂസ് ചെയ്യുന്നതിന് മുൻപ് അത് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുക. Before you choose anything in your life, do that with prayer. പ്രാർത്ഥനയിൽ ആരംഭിക്കുക. You need to begin with prayer. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുക്കുക. You need to make your choices with പ്രാർത്ഥിച്ച് prayer. ആരംഭിച്ചതും What he had started with prayer, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തതും what he had chosen with prayer, പരാജയപ്പെടുവാൻ ദൈവം God അനുവദിക്കുകയില്ല. will never allow it to fail. എന്നാൽ സ്വന്തം ബുദ്ധിയിൽ ആരംഭിച്ചതും But what you started in your own wisdom, സ്വന്തം കഴിവിൽ തിരഞ്ഞെടുത്തതും what you chose according to your ability, പരാജയപ്പെട്ടിട്ടുണ്ട്. it has failed. ഇന്നും അതിൽ പരാജയം അനുഭവിക്കുന്നുണ്ട്. Even today it is എന്നാൽ experiencing failure. പ്രാർത്ഥനയിൽ ആരംഭിച്ചതും But what you have started in പ്രാർത്ഥനയിൽ prayer, തിരഞ്ഞെടുത്തതും whatever you chose in prayer, പരാജയപ്പെടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അനുഭവിച്ചവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. experience that, praise it. ഹല്ലേലൂയ. Hallelujah. മൂന്നാമതായി Thirdly, യേശു കർത്താവ് Jesus, അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് മുൻപ്, before he performed miracles, രോഗികളെ സൗഖ്യമാക്കുന്നതിന് മുൻപ്, before he healed the sick, വിടുതലുകൾ ചെയ്യുന്നതിന് മുൻപ്, before he performed deliverances, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, the Holy Bible said, അവൻ പ്രാർത്ഥിച്ച ശേഷം after he had prayed, പർവ്വതത്തിൽ നിന്ന് സമഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. he came down from the mountain. അന്ധന്മാർക്ക് കാഴ്ചയും He gave sight to the blind. ചെകന്മാർക്ക് കേൾവിയും കൊടുത്തു. He gave hearing അവൻ to ഊമരെ the സംസാരിപ്പിച്ചു. deaf. He made the mute to talk. അപ്പോൾ പ്രാർത്ഥിച്ചാരംഭിച്ചു. So he started with prayer. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തു. He chose with prayer. പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. Now he worked in prayer. Listen to me. Pay attention. തന്റെ ജീവിതത്തിൽ ഭാരമേറിയ ഒരു അനുഭവം കടന്നു വന്നപ്പോൾ, When a burdensome thing came into his life, തനിക്ക് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു വ്യഥയായി അത് മാറിയപ്പോൾ, when it became a problem which was beyond bearing, തനിക്ക് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു വിഷയമായി അത് മാറിയപ്പോൾ, when an issue turned into an issue that was burdensome, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി ഗത്സമന തോട്ടത്തിൽ മുട്ടുകുത്തി the പ്രാർത്ഥിച്ചു. Bible says he went into a rock-close place into the garden of Gethsemane and knelt down and prayed. തനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്തൊരു വിഷയത്തെ അവൻ പ്രാർത്ഥനയിൽ ഫേസ് ചെയ്തു. What he was not able to handle on his own, he went up with went to face it with prayer. പ്രാർത്ഥനയിൽ ആരംഭിച്ചു. He started in prayer. പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു. He chose with prayer. പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു. He worked in prayer. പ്രാർത്ഥനയിലൂടെ അവൻ വിഷയങ്ങളെ അഭിമുഖീകരിച്ചു. He faced all the issues through prayer. ഏറ്റവും ഒടുവിൽ അവൻ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. Finally, praying, he gave up his spirit unto the Father on the cross. ഇന്ന് യേശു എന്താണ് ചെയ്യുന്നത്? What is Jesus doing ഈ today? 2013 In this year ഇന്ന് 2013, ഈ പകലിൽ കർത്താവ് എന്ത് ചെയ്യാണ്? in this daytime, what is Jesus doing? ഇപ്പോഴും അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Standing on the right hand side of the Father, he is interceding for us. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Lift your hands and praise God. ഹല്ലേലൂയ. Hallelujah. പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യത എന്താണെന്നറിയണമെങ്കിൽ യേശുവിനെ നോക്കുക. If you want to know the importance of your prayer life, you need to look to Jesus. യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. Jesus' life was filled with prayer. അങ്ങനെ പ്രാർത്ഥിക്കുന്ന യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, നീ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. And Jesus, who has such a prayer life, to him the disciples come and are asking Jesus, teach us to pray. മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ കഴിയും. And only a person who knows math can teach others math. ബയോളജി അറിയാവുന്നവനെ ബയോളജി പഠിപ്പിക്കാൻ കഴിയും. Person who knows biology well can teach biology. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവത്തെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. If the disciples had to ask Jesus, Lord, teach us to pray, they should have certainly come to know about the prayer life of Jesus. നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകൾ ദൈവം നൽകി. God has given us
good blessings in our ഇവിടെ life. ഇരിക്കുന്ന പല ആൾക്കാരും പറയുന്നു എന്റെ ജീവിതത്തിൽ ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. Many people seated over here can say, surely God has not given me any lack in my പക്ഷെ life. ഇന്ന് ഒരു കുറവെടുത്ത് ഉയർത്താനുണ്ടെങ്കിൽ അത് പ്രാർത്ഥനാ But ജീവിതത്തിലാണ്. this morning, if there is any lack in our life, it is the lack of prayers. എന്നാൽ അത് പരിഹരിക്കപ്പെടുവാനാണ് ഇന്ന് പകൽ ഈ സന്ദേശത്തെ കർത്താവ് നിങ്ങൾക്ക് But തരുന്നത്. God is giving this message to you so that He can repair that damage in our life. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നാം കോംപ്രമൈസ് ചെയ്താലും പ്രാർത്ഥനാ ജീവിതത്തിൽ കോംപ്രമൈസ് No ചെയ്യരുത്. matter what you compromise in your life, never compromise with prayer. വിവിധ നിലകളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. We can worship God in different ways. പഴയ നിയമത്തിൽ പല നിലയിലുള്ള യാഗങ്ങളുണ്ട്. Many in the Old Testament, there were many kinds of sacrifices. കാളക്കിടാവിനെ യാഗമർപ്പിച്ചില്ലെങ്കിൽ ആട്ടുകൊറ്റനെ അർപ്പിക്കാം. If they don't have a calf to sacrifice, they can bring a ram. ആട്ടുകൊറ്റനെ യാഗമർപ്പിച്ചില്ലെങ്കിൽ ആമേൻ കുറുപ്രാവുകളെ യാഗമർപ്പിക്കാം. If they don't have a ram to sacrifice, they can bring a dove. ആരാധന പല നിലയിലുണ്ട്. There are different types of worship. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. But there is no substitute to prayer. പ്രാർത്ഥനയ്ക്ക് പകരം വെച്ചൊന്നില്ല. There is nothing to substitute for prayer. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. There is only one substitute to prayer, that നാം is അതിൽ prayer. കോംപ്രമൈസ് ചെയ്താൽ If we compromise with that, നമ്മുടെ ജീവിതം ഒരു പരാജയമായിരിക്കും. our life will be a failure. കാരണം എന്നെ ശക്തീകരിക്കുന്നതും Because what strengthens me, എന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നതും the reason my inner man is strengthened, എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. it's in the foundation of my relationship with my God. ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് പ്രാർത്ഥനാ The ജീവിതം. greatest foundation of our relationship with God is prayer. ഇവിടെ ഒരു ഉണർവ് നടക്കുന്നതിൽ എനിക്ക് സന്തോഷം. I rejoice over the fact that there is a revival in this place. കാരണം പല ഉണർവുകളുടെ നടുവിൽ എളിവനായി എനിക്ക് ഒരു പുകഴ്ചയും പറയാനില്ലാത്ത എനിക്ക് നിൽക്കുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. Because the Lord has given me an opportunity to be a part of many revivals. ലോകത്തിന്റെ 26-ലധികം രാജ്യങ്ങളിൽ ഈ കർത്താവിന്റെ വചനവുമായി സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. The Lord has enabled me to go to more than 26 nations in this world and be a witness to the gospel of കഴിഞ്ഞ Jesus. 6 മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ നടന്നൊരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം 6 സഹായിച്ചു. months ago, the Lord enabled me to go to Russia and preach the gospel. അവിടുത്തെ MBBS വിദ്യാർത്ഥികൾ നടത്തിയ മീറ്റിംഗാണ്. And it was a meeting organized by the people who are part of doctoral studies, medicine. 100 കണക്കിന് ഡോക്ടേഴ്സ് ആണ് രക്ഷിക്കപ്പെട്ടത്. Hundreds and hundreds of people doing medicine got saved. 100 കണക്കിന് രാജ്യക്കാരാണ് ആ മീറ്റിംഗിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിച്ചത്. People representing more than 100 nations were part of that meeting. പല ഉണർവുകൾ കാണുവാൻ ദൈവം സഹായിച്ചു. The Lord enabled me to be a part of many revivals. ഇവിടെ ഒരു ഉണർവ് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This morning I desire that there will be an outbreak of revival in this പക്ഷേ place. എല്ലാ ഉണർവിന്റെയും പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. But behind every revival is a person who prays. 2 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ കാലിഫോർണിയ എന്ന സ്ഥലത്ത് ഞാൻ ദൈവവചന 2 years സൃഷ്ടിക്കുന്നു. ago, I came to a city of California to preach the gospel. അവിടെ അസൂസ സ്ട്രീറ്റ് സന്ദർശിപ്പാൻ ഇവിടെയാക്കി. And during that time, I happened to visit Azusa Street. പെന്തക്കോസ്ത് ഉണർവിന് ശേഷം ഉണർവ് നടന്ന സ്ഥലമാണ് അസൂസ സ്ട്രീറ്റ്. Azusa Street is where the Pentecostal revival began. ആ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് വില്യം ഷെമാർ എന്നൊരു ദൈവദാസനെയാണ്. And for the revival, God used a servant of God by the name of William J. Seymour. 1000 കണക്കിന് ജനങ്ങളാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഉണർവിലൂടെ പുറത്തു വന്നത്. Many hundreds and thousands of people came out of that revival. വില്യം ഷെമാർ എന്ന ഈ കർത്തദാസൻ ആമീൻ മറ്റൊരു രാജ്യക്കാരനായിരുന്നു. അദ്ദേഹം അമേരിക്കക്കാരനല്ലായിരുന്നു. William J. Seymour was never originally American. അമേരിക്കയിലുള്ള വിഭാഗക്കാർക്ക് മനുഷ്യനോട് വെറുപ്പായിരുന്നു. And the people of America never liked him. ബിക്കോസ് കാരണം അദ്ദേഹത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. They were not able to accept him. അവിടുത്തെ ഒരു ബൈബിൾ കോളേജിലും അദ്ദേഹത്തെ പഠിപ്പിച്ചില്ല. None of the Bible colleges were ready to accept him. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. Well, he had no sight in one of his eyes. ഏറ്റവും ഒടുവിൽ ഒരു ബൈബിൾ കോളേജിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു അകത്തിരുത്തില്ല, കഥകൾ തുറന്നിട്ടേക്കാം, വെളിയിൽ ഇരുന്ന് കേട്ടോളാം. Finally, he was admitted to a Bible school and they said, you won't be allowed inside the class, you can sit outside the class. അവിടെ ഇരുന്ന് താൻ ദൈവവചനം പഠിച്ചു. And sitting outside the class, he started to learn the word of തന്റെ God. വീട്ടിലിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ And തുടങ്ങി. after that, he sat in his house and prayed for hours and hours. ആ ഭവനത്തിൽ പോകുവാനുള്ള അവസരം ദൈവം എനിക്ക് And തന്നു. God gave me the opportunity to visit his house. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. God helped me to go and sit in his prayer room and pray. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വെക്കേഷൻ കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ഒന്ന് വിസിറ്റ് And ചെയ്യണം. whenever you get a vacation time, don't go anywhere else, go to such places. വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതെല്ലാം. Those are places of great significance. വെറുതെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിയ സമയങ്ങളാണ്. Don't waste your time cooking barbecue. ഹല്ലേലൂയ. Hallelujah. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers and sisters. ആ ഉണർവ് ശക്തമായി. And that revival was a mighty revival. അത് വെയിൽസിലേക്ക് കത്തിപ്പിടിച്ചു. And it spread to the city of Wales. അങ്ങനെ ഒരു വലിയ ഉണർവ് ഈ രാജ്യത്തിലുണ്ടായി. And there was a great revival in this country. ആ ഉണർവിൽ നിന്ന് ദൈവം പുറത്തെടുത്ത അനേകരുണ്ട്. There were many people who came out of the revival. ഇന്നും ആ ഉണർവിന്റെ ബാക്കി പത്രങ്ങളാണ് നമ്മളെല്ലാവരും. We all are products of that revival. ആമേൻ. കർത്താവ് എഴുന്നേൽപ്പിച്ച സ്മിത്ത് വിഗിൽസ്വർത്തും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിച്ച അനേക ദൈവദാസന്മാരും ഈ രാജ്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. Smith Wigglesworth and many servants of God who were influenced by him came and blessed this nation through their ministry. അന്ന് ഞങ്ങൾ ഭവനത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആ ചരിത്രം പറഞ്ഞു തന്ന ഈ രാജ്യത്തിലെ ഒരു വനിത വലിയ ശക്തമേറിയ ചില കാര്യങ്ങൾ പറയാനിടയായി. And the lady who was guiding us to all these places, she shared some great testimonies. വില്യം സേമോർ എന്ന ദേവദാസൻ തന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ When William Seymour would be in his house praying, അടുത്തുള്ള അയൽപക്കത്ത് പാർത്തിരുന്നവർ ഇവിടുത്തെ ഫയർഫോഴ്സിനെ, ഇവിടുത്തെ ഓഫീസേഴ്സിനെ വിളിച്ചു പറഞ്ഞു, വീട് കത്തുന്നു, ഇവിടെ അടുത്തൊരു വീട് കത്തുന്നു, അണയ്ക്കാൻ വരണം. When William Seymour was praying inside his room, his neighbors thought that his house caught fire, and they called the fire department saying that there was fire in his house. അവര് തീ അടയ്ക്കാൻ വരുമ്പോൾ തീ കാണുന്നില്ല. When the fire department would come, they won't see any fire. ഈ രാജ്യക്കാരിയായ സഹോദരി ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. Now the sister who was guiding us said, അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് പോകുന്ന പലരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യും. many people who would return from his meetings, the cops would arrest them. കാരണം അവർ റോഡിലൂടെ പോകുന്നത് മദ്യപിച്ചിട്ട് പോകുന്ന പോലെയാണ്. Because when they would walk out of the meetings, they would be like drunk people, and the cops used to think that they are drunk literally. ആത്മാവിന്റെ ലഹരി പിടിച്ചാണ് പോകുന്നത്. Because they were drunk with the wine of the Spirit. അങ്ങനെ അവരെ പിടിക്കുന്ന പോലീസുകാർ അഭിഷേകം പ്രാപിച്ചു. And the cops who would arrest them would be filled with the Holy അങ്ങനെ Spirit. വലിയൊരു ഉണർവ് ഇവിടെ ഉണ്ടായി. So there was a great revival in the land. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചത്? Why did God use that servant of God? അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. His life history says താൻ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. he was a man who would pray hours and hours in the presence of God. ഏതൊരു ഉണർവ് നിങ്ങൾ എടുത്തു നോക്കുക. No matter what revival you look into, മലയാളികളായ അനേക ദേവദാസന്മാർ ഇവിടെയുണ്ട്. there are many Malayali servants of God over here. IPCയുടെ സ്ഥാപകനായിരുന്നു. Who was the founder of IPC? അദ്ദേഹം എത്ര ശക്തനായ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. What a mighty prayer, a man of prayer he was. ഓരോ സഭകളുടെ സ്ഥാപകരെ നിങ്ങൾ നോക്കുക. If you pay attention to all the founders of all the churches, അവരാരും തിയോളജിയന്മാരല്ലായിരുന്നു. they were never theologians. അവരെല്ലാം They പ്രാർത്ഥിക്കുന്നവരായിരുന്നു. were all men of prayer. ഹല്ലേലൂയ. Hallelujah. ഏതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ No പരിശോധിക്കുക. matter whatever foundational thing you put in attention എല്ലാ to, ഉണർവിന്റെയും പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകും. behind every revival there was a prayerful person. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവസഭയുടെ ശുശ്രൂഷകനാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ യോങ്കിച്ചോ. Paul Yonggi-cho is the pastor of the biggest church in the world today. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുവാനും അവിടെ വിസിറ്റ് ചെയ്യുവാനും ദൈവം അവസരം The ഒരുക്കിയിട്ടുണ്ട്. Lord helped me to study about his past, to study his autobiography and visit his place. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. He was a prayerful man. 6 പേരായി ആരംഭിച്ച ദൈവസഭയാണ് ഇന്ന് 6 ലക്ഷത്തിലധികമായി വളർന്നത്. The church that started with 6 people has now grown into 600,000 people. ഇതിൽ നിന്ന് എന്താണ് നാം പഠിക്കുന്നത്? What do we learn from this? ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. God is a God of praying. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. God is a prayer answering എന്നെ God. കേൾക്കുന്ന സഹോദരങ്ങളെ, This morning, dear brothers and വിശുദ്ധ sisters, ബൈബിൾ the രേഖപ്പെടുത്തിയിരിക്കുന്നു. Bible says അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. he was in a certain place. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. And while Jesus was praying, his disciples came up to him and says, teach us also to pray. ഭൂതങ്ങളെ പുറത്താക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. They never asked him to cast out demons. ഈ രോഗികളെയൊക്കെ എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത് അതൊന്നും പഠിപ്പിക്കണ്ട. And they never asked him, how do you heal the sick? Teach us to do that. കർത്താവേ, കടലിന്റെ മേളിൽ കൂടെ നടക്കുന്ന ഈ പരിപാടി അത് പഠിപ്പിക്കാൻ പറഞ്ഞില്ല. They never asked Jesus, Jesus, teach us also to walk over the sea. ഞങ്ങളെ അത്ഭുതം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞില്ല. They never asked him to teach how to perform miracles. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. They asked him, Jesus, teach കാരണം us to pray. ശിഷ്യന്മാർക്ക് മനസ്സിലായി, Because the disciples came to him, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ഭൂതം പോവും, if you know to pray, the demons will flee. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ രോഗി സൗഖ്യമാവും, If you know to pray, the sick will be healed. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ തന്നെ അത്ഭുതം നടക്കും. If you know how to pray, there will be miracles. കാരണം അവരുടെ മാസ്റ്ററിനെ, അവരുടെ ഗുരുവിനെ, നമ്മുടെ കർത്താവിനെ അവര് കണ്ടോണ്ടിരിക്കുന്നതാണ്. Because they were observing their master, our Lord, their God. എന്റെ ചോദ്യം ഇതാണ്,
My question to you പല is, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി. God has given much goodness in our ഇന്ന് life. രാവിലെ ഈ മെസ്സേജ് ദൈവം എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ This morning when the Lord spoke to me to speak this message ഏതെങ്കിലും to ഒരു you, വ്യക്തിക്ക് വേണ്ടിയെങ്കിലും ആയിരിക്കും കർത്താവ് സംസാരിക്കുന്നത്. and the Lord might be speaking to at least one person seated over here. പഴയതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. You are not able to pray like you did in the past. പഴയതുപോലെ നിങ്ങൾക്ക് ദൈവസ്ഥലത്തിൽ ഇരിക്കുവാൻ സമയം കിട്ടുന്നില്ല. You are not getting time to pray like before. ഇന്ന് പകൽ ഈ സന്ദേശം ദൈവം തരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യുവാനാണ്. This morning the Spirit of the Lord is giving this message so that He can build up your prayer life. നിങ്ങൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും, No matter how frustrated you നിങ്ങൾ are, എത്ര വലിയ വിഷയങ്ങളിൽ ഇറിറ്റേറ്റഡ് ആണെങ്കിലും, no matter what kind of issues you might be facing, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രോബ്ലവും there is നിങ്ങൾക്കില്ല. no problem that you face that cannot be solved in your prayer room. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല. There is no problem that you face today that cannot be solved in your prayer room. അനുഭവിച്ചവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Lift your hands and praise God. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers, ഞാൻ ഒരു വിഷയത്തിലേക്ക് വരട്ടെ. let me come back to this. ശിഷ്യന്മാർ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. The disciples never asked for anything else. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. Teach us how to pray. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. There are many people of God who are over here. You want to be used by God. സ്തോത്രം. Praise God. ആമേൻ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെ പകലും നാളെ രാത്രിയിലൊക്കെ നടക്കുന്ന മീറ്റിംഗിൽ കൂടുതലായി വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And if the Lord allows it, tomorrow morning's meeting, tomorrow night's meeting, I would like to be a part of the deliverance ministry. അനേകർക്ക് കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ സൗഖ്യം കൊടുക്കും. And God will heal many of you during those ministries. അനേകർക്ക് കർത്താവ് വിടുതലായിരിക്കും. Many will be delivered during those. ഒരു ആമീൻ പറ. നഷ്ടമൊന്നുമില്ല. Hallelujah. Hallelujah. Praise God. Glory to God. Praise God. Amen. Hallelujah. Amen. Hallelujah. വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. It is not for the critics, but it's for the people who believe. നിങ്ങൾ വിമർശിച്ചിരുന്നത് കരുതി എന്റെ ശുശ്രൂഷയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. Even if you criticize, no matter how much you criticize, nothing is going to happen to my ministry. കാരണം ഞാൻ വിശ്വസിക്കുന്നവൻ എന്റെ ഉപനിധിയാണ്. Because the one whom I believe in, He is my provider. ആ വിശ്വസിക്കുന്ന വ്യക്തികളെ കർത്താവ് ഉപയോഗിക്കും. And all those who believe over here, God will surely use you. വിമർശിക്കുന്നവര് കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഇരിക്കുന്നവർ അതുപോലെ ഇരിക്കും. The people who have been criticizing for over 12 years, they're still sitting like they were എന്നാൽ before. വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രൊമോഷൻ ഉണ്ട്. But there is a promotion for the people who believe. കരങ്ങൾ ഉയർത്തിച്ചേർന്ന് Come on, lift your hands and praise God. ഹല്ലേലൂയ. Hallelujah. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പലരും ആഗ്രഹിക്കുന്നു. Many people desire to be used by God. ഞാൻ ചോദിക്കാം, നിങ്ങൾ എത്ര പേർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്? Let me ask you, how many of you desire to preach the word of God? If you have a desire, lift your hands. നിങ്ങൾ എത്ര പേർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ If ആഗ്രഹം? you have a desire to preach the word of God, lift your hands. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ How പുറത്താകണം? many of you desire that when you stand up to preach, the demons need to flee? നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ അനേകർ വിടുതൽ ഉണ്ടാകണം? How many of you desire that when you minister, people should be delivered? നിങ്ങൾക്ക് ധൈര്യമായി കൈയെഴുതാം. Come on, be bold, lift your hands. ഇത് ദൈവം പ്രത്യേക ഒരു വ്യക്തിയെ കൊണ്ടല്ല ചെയ്യുന്നത്. Now, this ministry is not set apart for some special man. ഇത് ആരെ കൊണ്ടാ ചെയ്യുന്നതെന്നാ പറയാൻ പോകുന്നത്. I'm going to tell you whom God is going to use to do this kind of ministry. മർക്കോസിന്റെ സുവിശേഷം Mark 3-ാം അധ്യായം chapter 3, 13, 14, 15 വാക്യങ്ങൾ. verse 13, 14, and 15. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം The Gospel of Mark chapter 3, verses 13, 14 and 15. verses 13, 14, and 15. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. And he goeth up into a mountain and calleth unto him whom he would. അവർ അവന്റെ അരികെ വന്നു. And they came unto him. ആരാണ് അരികിൽ വന്നത്? Who came unto him? കർത്താവ് വിളിച്ചവർ. Those who the Lord called. നിങ്ങൾ എത്ര പേർ ഉറപ്പുണ്ട് ദൈവം നിങ്ങളെ വിളിച്ചാണ്? How many of you are sure that the Lord has called you? ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേർ? Come on, if you're sure, lift your hands. ഇത് രണ്ട് കൂട്ടർ സുവിശേഷ വേലയിലുണ്ട്. There are two kinds of people in the ministry ഒന്ന് today. ദൈവം വിളിച്ചിറങ്ങിയവർ. Firstly, the ones who are called by God. രണ്ട് ദൈവത്തെ വിളിച്ചിറങ്ങിയവർ. Secondly, the one who called God said, I'm coming. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവ് വിളിച്ചവർ സ്പെഷ്യലാണ്. And the people who have been called by God are special. വിശുദ്ധ ബൈബിൾ The രേഖപ്പെടുത്തിയിരിക്കുന്നു. Holy Bible says, അവൻ അവരെ തന്റെ അടുക്കൽ വിളിച്ചു. and he called them unto him. തന്നോട് കൂടെ ഇരിപ്പാൻ, And പ്രസംഗിക്കേണ്ടതിനായിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം ഉണ്ടാകുവാൻ. yes, and he ordained the 12 that they should be with him, that they might send them forth to preach, to have power to heal sickness, and to cast out devils. തന്നോട് കൂടെ ഇരിക്കുവാൻ,
to be with them, പ്രസംഗിക്കേണ്ടവരെ അയക്കുവാൻ, to send them to preach, ഭൂതങ്ങളെ പുറത്താക്കാൻ, to cast out the demons, അധികാരമുണ്ടാകാൻ. to have authority. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രസംഗം? How many of you have a desire to preach? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഭൂതത്തെ How പുറത്താക്കാൻ? many of you have a desire to എത്ര cast out പേർക്ക് demons? ആഗ്രഹമുണ്ട് അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യാൻ? How many of you have a desire to preach with authority? ഭൂതത്തെ പുറത്താക്കണമെങ്കിൽ, അധികാരം ഉണ്ടാകണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം നടക്കണം. If you want to have authority to preach, to cast out demons, to heal the sick, you need to have the first mentioned thing. എന്താണത്? What is it? തന്നോട് കൂടെ ഇരിപ്പാൻ. You need to be with him. തന്നോട് കൂടെ ഇരിപ്പാൻ. You need to be with him. തന്നോട് കൂടെ ഇരിക്കണം. You need to be with him. തന്നോട് കൂടെ ഇരിക്കുന്നതല്ലേ പ്രാർത്ഥന? And being with him is prayer. ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമല്ലേ പ്രാർത്ഥന? Prayer is an experience when you are with God. ദൈവത്തോട് ചേർന്നിരുന്ന് അവനോട് സംസാരിക്കുന്നതല്ലേ പ്രാർത്ഥന? Prayer is a communication that you do when you are in his presence. എന്നാൽ അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നത് നീ പ്രസംഗിക്കും. And to such people, God is saying you will preach. നീ കൽപ്പിക്കുമ്പോൾ ഭൂതം When പുറത്താകും. you command, the demons will come out. നീ അധികാരത്തോടെ കൽപ്പിക്കും. You will command with authority. പക്ഷേ ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ But if you want these things to നിങ്ങൾ happen, കർത്താവിനോട് ചേർന്നിരിക്കണം. you need to be with the Lord. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകണം. You need to have an experience of being with the Lord. അത് നിങ്ങളിലില്ല എങ്കിൽ If you don't have that, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയില്ല. God cannot use you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എത്ര വില കൂടിയതാണെങ്കിലും, No matter how expensive your cell phone is, എത്ര കൂടിയ മൊബൈൽ ആണെങ്കിലും, no matter how expensive it is, അത് ചാർജ് ചെയ്തില്ലെങ്കിൽ, if you don't charge it, അതിനകത്ത് എത്ര ഫെസിലിറ്റി no ഉണ്ടെങ്കിലും, matter what kind of options or features it has, നൂറുകണക്കിന് ആപ്ലിക്കേഷനുകൾ ആ മൊബൈലിൽ no കിടപ്പുണ്ടെങ്കിൽ, matter hundreds and hundreds of apps in it, അതിന് ചാർജ് ഇല്ലെങ്കിൽ if it doesn't have a charge, നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ you ഒക്കില്ല. cannot use even a single നിങ്ങളിൽ application. ദൈവം നിക്ഷേപിച്ചതിനെ Whatever God has installed in you, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ if you want to use it, നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ശക്തി you ആർജിക്കണം. need to receive power in ഹല്ലേലൂയ. prayer. ഉയർത്തിച്ചേർന്ന് ദൈവത്തെ Come on, സ്തുതിക്കാം. lift your hands and praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരു വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. Let me come back to my topic. പ്രാർത്ഥന എന്താ എന്ന് പഠിപ്പിക്കാൻ To teach what prayer is, യേശു കർത്താവ് ഇതാ ഇവിടെ ഒരു ഉപമ പ്രസ്താവിക്കുന്നു. Jesus is sharing a parable with them. നമുക്ക് ആ വാക്യം നോക്കാം. Let's look to that words. നമ്മൾ വായിച്ച 11-ാം അധ്യായം Luke chapter 11, അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. verse 5 onwards. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, And he said unto them, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. which of you shall have a friend, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, and go unto him at midnight, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. and said unto him, friend, lend me 3 loaves. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. For a friend of mine is in his journey, has come unto me, അവന് വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ലെന്ന് അവനോട് പറഞ്ഞു. and I have nothing to feed him or set before him. എന്നെ പ്രയാസപ്പെടുത്തരുത്. And he said, please don't bother me. കഥ കടച്ചിരിക്കുന്നു. The door is shut. പൈതങ്ങളും എന്റെ കൂടെ My കിടക്കുന്നു. children are with me in the bed. എഴുന്നേറ്റ് തിരുവാൻ എനിക്ക് I കഴിയുകയില്ലെന്ന് cannot rise and give thee. ഉത്തരം പറഞ്ഞാലും And even if he says that, അവൻ സ്നേഹിതനാകൊണ്ട് because he is his friend, അവൻ എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിൽ even though he didn't come up, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന വിധം because he kept knocking, എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് പറഞ്ഞു. he will come up and give as much as he എന്നിട്ടാണ് needs. കർത്താവ് പറഞ്ഞത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് And കിട്ടും, after that the Lord says, ask and it shall be given unto you. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, Seek and ye shall find. കൊണ്ടുപോയി നിങ്ങൾക്ക് തുറക്കും. Knock and it shall be opened unto you. എന്താണ് കർത്താവ് ഇവിടെ പഠിപ്പിച്ചത്? What is the Lord teaching over here? പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി തരുവാൻ And he was trying to teach them the importance of prayer. യേശു ക്രിസ്തു ഇവിടെ ഒരു ഉപമ പറയുന്നു. Jesus is talking about a parable. ആ ഉപമ എങ്ങനെയാണ്? Well, the parable goes, ഇതാ ഒരു സ്നേഹിതൻ there is a friend അർദ്ധരാത്രിയിൽ in the midnight. തന്റെ മറ്റൊരു സ്നേഹിതന് വീട്ടിൽ വരുന്നു. He goes up to his other friend. അപ്പോൾ രാത്രിയിൽ വന്ന ഈ സ്നേഹിതന് This friend in the midnight, നല്ല വിശപ്പുണ്ട്. he is hungry. അവന്റെ വിശപ്പ് മാറ്റാൻ To take care of ഈ him, സ്നേഹിതൻ this other friend, നൽകുന്ന മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ he പോകുന്നു. goes up to his third friend who has enough bread. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ല. Oh, you didn't get it. സ്നേഹിതൻ 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 Because there are a lot of friends. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. So if you talk using the common word friend, you won't get it. ഒരു 3 പേര് സഹോദരന്മാർ, ഒരു 3 പേര് ഒന്ന് എഴുന്നേക്കാം. So let me ask 3 brothers to please come up. Any of the 3 brothers. Please stand, please possible. ഒരാളും കൂടെ. Sir, come. 3 person, come. One up. Come forward here. Come forward. ഓടി വാ brother, please. ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് മനസ്സിലാവും. Come. Stay here. Sorry. What's your name? Danny.
ഡെന്നി ബിനോജ്. ഡെന്നി ബിനോജ്. ഓക്കെ. ഡെന്നി എന്ന സ്നേഹിതന്റെ വീട്ടിൽ A friend named Denny, ബിനോ എന്ന സ്നേഹിതൻ വന്നു. his friend named Binu comes. ഡെന്നി എന്ന സ്നേഹിതന്റെ വീട്ടിൽ ബിനോയ്ക്ക് കൊടുക്കാൻ ഉള്ള ആഹാരമില്ല. Now when Denny comes to Binu's house, Binu doesn't have enough bread to give to him. എന്നാൽ ബിനോയ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് ഡെന്നിക്ക് മനസ്സിലായി. But Denny knows that Binu is hungry. എന്നാൽ ഡെന്നിക്ക് ഒരാളെ പരിചയമുണ്ട്. But Denny knows someone else. ഏത് അർദ്ധരാത്രി ചെന്ന് ചോദിച്ചാലും തരുന്ന മറ്റൊരു സ്നേഹിതനെ. He knows about other friend of his. No matter how late it is, if he goes to him, he will give to him. ഈ സഹോദരന്റെ ബിനോയുടെ വിശപ്പ് മാറാൻ To take care of Binu's hunger, ഡെന്നി ഇതാ നൽകുവാൻ കഴിയുന്ന സ്നേഹിതന്റെ അടുക്കൽ പോകുന്നു. Denny is going to his other friend's house who has enough bread to give. ഏത് അർദ്ധരാത്രി ചെന്ന് ചോദിച്ചാലും നൽകുന്ന സ്നേഹിതൻ. He is a friend, no matter how late you go to his ആ house, he will take സ്നേഹിതന്റെ care of you. പേരാണ് ജീസസ് ക്രൈസ്റ്റ്. And that friend's name is Jesus Christ. മലയാളികൾക്ക് ഇത് കത്തി വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. It will take a while for Malayalis to get it. ഹല്ലേലൂയ. ഡെന്നി എന്ന സ്നേഹിതൻ ജീസസ് ക്രൈസ്റ്റ് എന്ന സ്നേഹിതന്റെ അടുക്കൽ പോയതിന്റെ കാരണം ഡെന്നിയുടെ വിശപ്പ് മാറാനല്ല, ബിനോയുടെ വിശപ്പ് മാറാനാണ്. The reason Denny went to his friend Jesus Christ was not to take care of himself, but to take care of his friend Binu. യഥാർത്ഥ പ്രാർത്ഥന എന്ത് എന്ന് യേശുവിടെ പഠിപ്പിക്കുന്നു. What is Jesus teaching over here about true prayer? യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന എന്ത് എന്ന് യേശുവിടെ പഠിപ്പിക്കുന്നു. Jesus is teaching about true intercession. യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്? What is true intercessory prayer? വിടുവിപ്പാൻ കഴിവുള്ള ഒരുത്തനെ നിനക്ക് പരിചയമുണ്ടെങ്കിൽ, If you know someone who has the ability to deliver, മറ്റൊരുത്തന്റെ വിടുതലിന് വേണ്ടി അവനെ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. and the true prayer is when you are being used by God to deliver such a person in കാരണം prayer. ഇവൻ യാചിക്കാൻ പോകുന്നത് ഇവന്റെ വിശപ്പ് മാറാനല്ല, വേറൊരുത്തന്റെ വിശപ്പ് മാറ്റാനാണ്. Because this person is not going to ask to take care of his own hunger, but to take care of someone else's hunger. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മളിൽ ഒതുങ്ങുന്നു. Many times our prayer is reduced to our needs. എന്നെ അനുഗ്രഹിക്കണേ, God bless me, എന്റെ മക്കളെ അനുഗ്രഹിക്കണേ, bless my children, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, bless my family. എന്റെ ജോലി പോകാൻ നോക്കണേ, God can take care of my എനിക്ക് job, സാലറി കൂടുതൽ തരണേ, give promotion in എനിക്ക് my ആരോഗ്യം job, തരണേ, give me a better എന്നെ salary, കാത്തോണേ. protect me. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മളിൽ മാത്രം ഒതുങ്ങുന്നു. Many times our prayers are reduced to ourselves. എന്നാൽ വിടുവിപ്പാൻ കഴിവുള്ള ഒരുത്തനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് നിങ്ങളിൽ എത്ര പേർ അവനെ മറ്റൊരുത്തന് പരിചയപ്പെടുത്തി? But if you know someone who is mighty to deliver, how many of you have introduced that person to another person? അത് ചെയ്യാത്ത കാരണം കൊണ്ടല്ലേ പലരും യേശുവിനെ അറിയാത്തത്? Isn't it because of that reason that many people are not able to know Jesus? അത് ചെയ്യാത്ത കാരണം കൊണ്ടല്ലേ പലയിടത്തും സഭ വളരാത്തത്? Isn't it because of that reason that many things are not happening? നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളിൽ ഒതുങ്ങുന്നു. Many times our works and our prayers are reduced to ourselves. നമ്മുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങുന്നു. It is reduced to our comfort zone. എന്നാൽ ആ കംഫർട്ട് സോൺ പൊളിക്കാതെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ഒക്കില്ല. Breaking the comfort zone, God cannot use you. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? I don't understand what ആ I'm saying. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാതെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയില്ല. Until you come out of your comfort zone, the Holy Spirit cannot use you. Amen. Amen. ഈ സഹോദരൻ ഡെന്നി ചോദിക്കാൻ പോയത് ബിനോയ്ക്ക് വേണ്ടിയാണ്. Now Denny went up to Jesus to ask for Binu. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, Let me ask you, brothers and sisters. നിങ്ങൾക്ക് എത്ര പേർക്ക് വിടുവിപ്പാൻ കഴിയുന്നവരെ പരിചയമുണ്ട്? How many of you know about a Jesus who has the power to deliver? ചിലർക്ക് പരിചയമില്ലേ? Come on, some of you don't know വിടുവിപ്പാൻ about it. കഴിയുന്നവരെ എത്ര പേർക്ക് How പരിചയമുണ്ട്? many of you know the deliverer? ആ വിടുവിപ്പാൻ കഴിയുന്നവനെ നിങ്ങൾക്ക് പരിചയമുള്ള ആ വ്യക്തിയെ നിങ്ങളിൽ എത്ര പേർ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്? If you have known the deliverer, how many of you have introduced this deliverer to another person? അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ If you have not done that, യേശു നിങ്ങളിൽ വന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. there is no meaning in Jesus coming to your life. എല്ലാവരും ശ്രദ്ധിക്കുക. Come on, pay attention. സഭ വളരാൻ ആഗ്രഹിക്കുന്നു. Do you want your church to grow? Amen. Amen. Come on. Yes. Hallelujah. Thank you, Jesus. സഭ വളരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen a church grow. Thank you, Jesus.
പത്രോസിന്റെ ഒറ്റ മെസ്സേജ് കഴിഞ്ഞപ്പോൾ 3000 പേർ സ്നാനപ്പെട്ടു. After Peter had preached one message, 3,000 were saved. നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. It's hard for us to grasp it. പത്രോസിന്റെ കാലത്ത് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് പോയിട്ടില്ല. സ്റ്റിൽ ഇന്നും അവൻ ഈ The Holy ഭൂമിയിലുണ്ട്. Spirit that was working in the time of Peter is still here. He is not gone. Amen. Yes. Thank you, Jesus. മറ്റുള്ള സഭകളെ വെച്ച് നോക്കുമ്പോൾ എന്നെ ദൈവമാക്കിയിരിക്കുന്ന സഭ ഒത്തിരി ചെറുതാണ്. If you compare our church with other churches, our church is very small. ഞാൻ വലിയൊരു ചർച്ചിന്റെ പാസ്റ്റർ ഒന്നുമല്ല. I'm not a pastor of a very big church കാരണം എന്റെ വിഷൻ അതുമല്ല. because that is not my vision. എന്നാൽ 3 വർഷം കൊണ്ട് But within 3 years, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന സഭയെ ദൈവം 4000 ആയി വളർത്തി. God grew our church into 4,000 Only 3 years. within 3 years. 2012 എന്ന ഒറ്റ വർഷത്തിൽ Within the year 2012, 1365 പേരെ എന്റെ ചർച്ചിൽ എന്റെ കൈ കീഴിൽ ഞാൻ I സ്നാനപ്പെടുത്തി. baptized 1,365 people within that 2012. കാരണം ഞങ്ങൾക്കറിയാം എത്ര പേർ സഭാ അംഗത്വത്തിനുള്ള അപേക്ഷ 2012 സ്നാനപ്പെട്ട് തന്നെന്ന്. Because we know very clearly how many people applied for the church membership after they got baptized. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ സ്നാനപ്പെടുത്തിയ ശുശ്രൂഷകന്റെ പേര് എന്ന കോളത്തിൽ പാസ്റ്റർ ടിനു ജോർജ് എന്ന് എഴുതിയ 1365 ഫോമുകൾ 2012 ഞങ്ങളുടെ In ചർച്ചിൽ the വന്നു. year 2012, we received 1,365 forms in which they had checked the part where it said Pastor Tinu baptized them. ദൈവത്തിന് വളർത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വളർത്താൻ Even കഴിയും. if you don't believe that God can make you grow, I won't agree with you because I'm seeing God in work. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഈ വചനം വിശ്വസിക്കുന്നവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Apostle Paul says that this word works among the ones who believe. വെറുതെ കുത്തിയിരിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അല്ലിത്. This word will not work upon those people who simply sit ചുമ്മാ around. കളിയാക്കാൻ വരുന്നവരിൽ വ്യാപരിക്കുന്നത് അല്ലിത്. This word will not work in those people who sit വിശ്വസിക്കുന്നവരിൽ around. വ്യാപരിക്കുന്ന വചനമാണ്. This word works upon the people who believe. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. Lift your hands and praise God. ഈ സ്നേഹിതൻ This friend, യാചിക്കാൻ പോയത് he went to ask. അവന്റെ വിശപ്പ് മാറാനല്ല, It was not for his own hunger, മറ്റൊരുത്തന്റെ വിശപ്പ് മാറ്റാൻ. to take care of someone else's hunger. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് യേശുവിന് വേണ്ടിയല്ല, Jesus Christ never came to this earth for himself. നമുക്ക് വേണ്ടിയാ. He came for us. Amen. Hallelujah. ഒന്നുകൂടെ പറയാം. Come on, let me repeat it. നിങ്ങൾ സ്തോത്രം പറയുന്നവരെ പറയാം. Until you praise God, I will repeat. യേശു ഈ ഭൂമി വന്നത് The reason Jesus came to this earth യേശുവിന് വേണ്ടിയല്ല, was not for himself, വേറെ ആർക്കൊക്കെ വേണ്ടിയാ. for someone else. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളിൽ വന്നത് But if it is so, the reason Jesus came to you, മാത്രമല്ല, it is not for you alone. യേശു നിങ്ങളിൽ വന്നത് The reason Jesus came to you, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, no, not for you വേറെ alone. ആർക്കൊക്കെ വേണ്ടിയാണ്. Someone else. വിശ്വസിക്കുന്ന ദൈവമക്കൾ, Come on, if you believe it. ദൈവത്തെ സ്തുതിക്കുന്നു. Come on, praise the Lord. ഓ, ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ ഒരു ദൗത്യം, This responsibility, ഈ ഒരു ദർശനം this vision, സഭ ഏറ്റെടുത്താൽ if the church accepts it, അഗാപ്പെ മിനിസ്ട്രീസ് Agape Ministries, 3 കൊല്ലത്തിനകത്ത് within 3 years, 3000-ത്തിലധികമായി വളരും. will grow more than 3,000. ചുമ്മാ ഇതിനകത്ത് പൊടി പിടിച്ചിരിക്കാനുള്ള പരിപാടിയെങ്കിൽ If you are planning to just sit around, എന്നും ഇതുപോലെ ഇരിക്കും. you will sit like this പക്ഷേ forever. But നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ, if you take your responsibility, നിങ്ങളുടെ ദൗത്യത്തെ if you take your duty, നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ if you realize it, നിങ്ങൾ വളരും. you will grow. നിങ്ങൾ വളരുമ്പോൾ സഭ വളരും. And when you grow, the church will grow. സഭ വളരുമ്പോൾ ദേശം When അനുഗ്രഹിക്കപ്പെടും. the church grows, this land will be blessed. ബഹുമാനപ്പെട്ട ദൈവദാസൻ ഉണർവിനെ കുറിച്ച് പറഞ്ഞു. Our honored servant of God talked about revival. എന്താണ് ഉണർവ്? What is revival? ഉണർവ് ദൈവം അയക്കുന്നതാണ്. Revival is what God sends. ഉണർവ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. Revival is not fabricated by us. ഉണർവ് ദൈവം അയക്കുന്നതാണ്. Revival is what is sent by God. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. We don't have to do much for that. ദൈവം ഉണർവിനെ അയക്കും. God will send the revival. ദൈവം ഉണർവിനെ അയച്ചു. When God sent revival in the ദൈവം past, ഉണർവിനെ അയച്ചുകൊണ്ടിരിക്കുന്നു. God is sending revival at the ദൈവം moment. ഇനിയും ഉണർവിനെ അയക്കും. God will send revival in the future. ദൈവമാണ് ഉണർവിനെ അയക്കുന്നത്. God is the one who sends revival. പക്ഷെ ദൈവം അയച്ച ഉണർവിനെ നിലനിർത്തുന്നത് നമ്മളാണ്. But it is us, we, who sustain the revival that God has sent. Amen. Thank you, Father. Hallelujah. Once again, please translate It that. is us
We, the people who sustain the revival sent by God. ഉണർവിനെ അയക്കുന്ന ദൈവമാണ്. God is the one who sends revival. പക്ഷെ ദൈവം അയച്ച ഉണർവിനെ നിലനിർത്തുന്നത് ആ ഉണർവിനെ സ്വീകരിച്ചവരാണ്. But the people who have received the revival are the same ones who sustain the revival. എത്രയോ പ്രാവശ്യം മലയാള കരയിൽ ദൈവം ഉണർവിനെ അയച്ചു. How many times had God sent revival in Kerala? എത്രയോ പ്രാവശ്യം ഇന്ത്യയിൽ ദൈവം ഉണർവിനെ അയച്ചു. How many times had God sent revival in India in the past? എത്രയോ പ്രാവശ്യം നിങ്ങളുടെ സഭകളിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി. How many times did you experience the movement of God in your own പക്ഷേ അത് churches? കുറച്ചു നാളെ നിന്നോളൂ. But it just stayed for a while. എന്താണ് അതിന്റെ കാരണം? What is the reason? ആ ഉണർവിനെ സ്വീകരിച്ചവർക്ക് കാഴ്ചപ്പാടില്ലാതെ The people who received the revival never had the perspective or insight to sustain it. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, Come on, shake hands with someone. ഉണർവ് ദൈവം അയക്കുന്നു, ഉണർവിനെ നമ്മൾ നിലനിർത്തുന്നു. And shake hands with someone and says, God sends the revival, but we sustain the revival. ദൈവം ഉണർവിനെ അയക്കുന്നു, God sends revival, ആ ഉണർവിനെ നമ്മൾ നിലനിർത്തുന്നു. we are supposed to sustain it. നമ്മൾ ആ ഉണർവിനെ നിലനിർത്തിയില്ലെങ്കിൽ If we don't sustain the ആ revival, ഉണർവ് പെട്ടുപോകുന്നു. God's revival will die away. Amen. Amen. Hallelujah. Hallelujah. ശബ്ദമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Come on, let's praise the Lord. Hallelujah. Glory to God. Praise God. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers, ഈ മനുഷ്യൻ this brother, കടന്നു വന്ന സമയം when he came, അർദ്ധരാത്രി. it was at midnight. ഇദ്ദേഹം ചോദിക്കാൻ പോയ സമയം The time he went to his friend to ask, അർദ്ധരാത്രി. it was midnight. Point number 1. Point number 1. പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. There is no time limit to prayer. ഏത് അർദ്ധരാത്രിയിലും പ്രാർത്ഥിക്കാം. No matter what kind of time it is, even in midnight you can pray. ഏത് അർദ്ധരാത്രിയിലും ചോദിക്കാം. In whatever midnight you are, you can ask. Hallelujah. Hallelujah. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി. You need to be in prayer. സ്തോത്രത്തോടെ ജാഗരിപ്പി. You need to be awake in prayer. സ്തോത്രത്തോടെ ജാഗരിപ്പി. You need to be praying in prayer. പ്രാർത്ഥനയ്ക്ക് സമയഭേദം ഇല്ല. There is no time limit to prayer. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ But when we come to the Old Testament, പ്രാർത്ഥനയ്ക്ക് സമയഭേദം കാണുന്നു. we see distinctions for times of prayer. പഴയ നിയമത്തിൽ In the Old Testament, പലയിടങ്ങളിലും in many places, പ്രാർത്ഥനയ്ക്ക് for the prayers, there സമയവ്യത്യാസങ്ങളുണ്ട്. were different times. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ But when you come to New we Testament, are the New Testament believers. now പുതിയ നിയമവിശ്വാസികളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ When you come to New Testament, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. there is no time limit. ഏത് അർദ്ധരാത്രിയിലും പ്രാർത്ഥിക്കാം. No matter what kind of midnight you are in, you can pray. ഏത് പ്രഭാതത്തിലും പ്രാർത്ഥിക്കാം. Whatever morning you are in, you can pray. വണ്ടി ഓടിക്കും പ്രാർത്ഥിക്കാം. When you are driving, you can pray. നിങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം. When you are in the kitchen, you can നിങ്ങൾ pray. ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം. At your workplace, you can pray. നിങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ When പ്രാർത്ഥിക്കാം. you're in the train station, you can pray. എവിടെ നിന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. Whenever and wherever you are, you can pray. എന്നാൽ പഴയ നിയമത്തിൽ But in the Old Testament, പ്രാർത്ഥനയ്ക്ക് there were different പ്രത്യേക സ്ഥലങ്ങൾ കാണുന്നു, times, places for പ്രത്യേക prayer. സമയങ്ങൾ കാണുന്നു. And you will see times and places for prayer. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം The book of Daniel, ആമേൻ 6-ാം അധ്യായം chapter 6, 10-ാമത്തെ വാക്യം verse 10. വേഗത്തിൽ ഒന്ന് നോക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. Now when Daniel എന്നാൽ knew, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ that the writing was signed, അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ he തുറന്നിരുന്നു. went into his house and his windows being opened in his chamber towards Jerusalem. നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കി. Come on, pay attention to that. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. He kneeled upon his knees 3 times a day and prayed and gave thanks before his God as he had did aforetime. താൻ മുൻപ് ചെയ്തു വന്ന പോലെ. As he did aforetime. അതിനൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. We need to understand something. ഒരിക്കൽ പ്രാർത്ഥിച്ചവനെ പിന്നീട് പ്രാർത്ഥിക്കാൻ ഒക്കും. Only a person who had a prior experience of prayer can pray later. എന്താ ഭാഷ പറഞ്ഞേ? What are you saying, Pastor? ഈ മനുഷ്യൻ ഈ അർദ്ധരാത്രിയിൽ എന്തോ ഉറപ്പില്ല നൽകാൻ കഴിയുന്നവന്റെ അടുക്കൽ ചോദിക്കാൻ Now, പോയി. on what assurance is this man going to his friend in the midnight that he will give to him? മുൻപ് പോയപ്പോൾ കിട്ടിയ അനുഭവം. Because he knows that in the past when he had gone to his friend, he had received. ഒരിക്കൽ പ്രാർത്ഥനയിൽ വിടുതൽ അനുഭവിച്ച ഒരു വ്യക്തി അടുത്ത വിഷയത്തിന് നടുവിലും അവന്റെ വിഷയം പ്രാർത്ഥനയായിരിക്കും. A person who had experienced deliverance in the prayer in the past, when something happens in the future, he will go back to prayer for that issue. ഒരിക്കൽ പ്രാർത്ഥനയിലൂടെ അത്ഭുതം കണ്ട വ്യക്തി, A person who had seen miracles in prayer before, അടുത്ത പ്രശ്നം വരുമ്പോഴും അവന് വിഷയത്തിന്റെ മറുപടി അവന്റെ പ്രാർത്ഥനാ മുറി തന്നെയായിരിക്കും. the next problem rises up, he knows he will find the resolution in his prayer.
താൻ മുൻപ് ചെയ്തു തന്ന പോലെ like he had done before. അവൻ യെരൂശലേമിലെ കിളിവാതിൽ തുറന്നു He opened his windows to Jerusalem. മുട്ടുകുത്തി He kneeled upon his knees പ്രാർത്ഥിച്ചു. and he prayed. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. And I'm not going to go into എന്നാൽ that. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥിച്ച പലരും Many people had prayed in the Old Testament and New Testament times. മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് കാണാം. And we see that they went to their knees to pray. പഴയ നിയമ രാജാക്കന്മാരും The Old Testament kings, പഴയ നിയമ വിശുദ്ധന്മാരും Old Testament saints, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. they all kneeled and prayed. ഏലിയ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. Elijah kneeled and prayed. യാക്കോബ് പ്രാർത്ഥിച്ചു. Jacob prayed like that. ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ചു. Daniel prayed like പുതിയ that. നിയമത്തിൽ വരുമ്പോൾ Even in the New Testament, അപ്പോസ്തലന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചു. apostles prayed upon their knees. പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചു. Paul prayed like that. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് എഫെസ്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. Ephesians, it says that I bow my knees before the God who has called all the families. ഇപ്പൊ മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ There are കുറവാണ്. many few people who come to their knees when they pray these days. നമ്മളിൽ പലരും സോഫയിലും കട്ടിലേലുമാണ്. Many people have reduced their prayer to the comfort to their sofas and their bed. അത് നിർത്തല്ലേ? Let at least if it's going, let it go. ഞാനത് പറഞ്ഞെന്ന് കരുതി അത് നിർത്തല്ലേ? Just because I said don't stop praying on your beds. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഹല്ലേലൂയ. Hallelujah. പക്ഷെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ But if you come to your knees and pray, ആ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവും. there is an honesty to the prayer. Amen. Yes. സ്വന്തം പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാതെ സത്യം. If you don't praise God, I know it's true. എന്നാൽ നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ If you can't do that, കർത്താവിന് നീ പിണക്കൊന്നുമില്ല. God is not angry with you, offended, നിങ്ങളുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. because God sees your heart. പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ But when you come to your knees in prayer in the presence of നിങ്ങളുടെ God, വിശുദ്ധ കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തുമ്പോൾ as you lift your hands, holy hands in the presence of God, അവന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്ന, when you surrender in the presence of അവന്റെ മുമ്പിൽ God, ഞാൻ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്ന when you confess, God, I'm nothing before you, ഒരു വ്യക്തിയുടെ നിലവിളിയാണ് അവൻ കേൾക്കുന്നത്. He surely will hear your prayer. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Lift your hands and praise God. ഒരു പരീക്ഷണാലയത്തിൽ പ്രാർത്ഥിക്കാൻ When a വന്നപ്പോൾ Pharisee came to the temple to അവൻ pray, അവനെ തന്നെ പുകഴ്ത്തി, and he praised himself, അവനെ തന്നെ പ്രശംസിച്ചു. he praised himself, bragged about himself, ഇതാ എന്നാൽ ഒരു ചുങ്കക്കാരൻ and he said, come on, he is a tax collector. സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ He doesn't even want to look up to the heaven. അവന്റെ കുറവുകളെ കുറിച്ച് അവൻ അനുദപിച്ചു. He started to repent about his sins. അവന്റെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി But കൊടുത്തത്. God valued his prayer and accepted it. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ But so when you pray, ഞാൻ എന്നുള്ള മനോഭാവങ്ങൾ ഉപേക്ഷിക്കുക. you should reject any kind of thinking about yourself. ഞാൻ എന്തോ ആണ് എന്നുള്ള ചിന്ത പാടില്ല. Just lose the mentality that you are someone great. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ മുമ്പിൽ കരയുന്നത് പോലെ, Just like a child cries before the mother. ഒരു അമ്മ കുഞ്ഞിനെ എടുക്കുവാൻ നിൽക്കുമ്പോൾ When the mother is ready to hold on to the baby, ആ കുഞ്ഞ് രണ്ട് കൈയും പൊക്കി കാണിക്കുന്ന പോലെ just like a baby throws both the arms open, ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ when you sit like that in the presence of ഞാൻ God, ഉറപ്പായി നിങ്ങളോട് പറയാം, let me tell you for sure, അവൻ നിങ്ങളെ തോളിലേറ്റും. He will surely take you in His arms. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ If you സ്തുതിക്കുന്നു. understand it, praise God. ഹല്ലേലൂയ. Hallelujah. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers, പ്രാർത്ഥനയ്ക്ക് സമയത്തില്ല. there is no time confined for prayer. ഈ മനുഷ്യൻ This brother, അർദ്ധരാത്രിയിൽ in the midnight, നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ പോകണമെങ്കിൽ goes up to his friend who can give. ഇദ്ദേഹത്തിന് ആ വഴി തെറ്റായിരിക്കണം. He needs to know the way to go there. അർദ്ധരാത്രിയിൽ In the midnight, എന്റെ വീട്ടിൽ നിന്ന് from my house, എനിക്ക് വേറൊരു വീട്ടിലോട്ട് പോകണമെങ്കിൽ if I have to go to another house, ആ വഴി എനിക്ക് കറക്റ്റ് I അറിയണം. need to know the way well. ഇവിടെ GPS ഉണ്ട്, You have the GPS over there. നാവിഗേറ്റർ ഉണ്ട്. You have the navigation. ഇതിനകത്തെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്താലും Even if you type the address in, അറിയാൻ വയ്യാത്തൊരു സ്ഥലത്ത് പോയാൽ if you go to an unknown place, GPS-നകത്ത് വരുന്ന സിഗ്നൽ കട്ടായാൽ if the GPS signal goes away, ഇത്രയും ഫെസിലിറ്റി ഉള്ള 2013 കറങ്ങും. even in this year 2013, you will be lost. Amen. Isn't it true? അങ്ങനെയെങ്കിൽ 2013 കൊല്ലത്തിന് മുമ്പ് യേശു ഇത് പറയുന്നത്. And if it is so 2013 years ago, Jesus is speaking this to his disciples. അർദ്ധരാത്രിയിൽ In the midnight, നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ he went to his friend who can give. ഇവന് പോകാൻ കഴിയണമെങ്കിൽ If he can go there, ആ വഴി അവന് it തെറ്റായിരിക്കണം. means that he knows the way very well. എന്നും പോകുന്ന വഴിയാണെങ്കിൽ Only if he goes there every day, ഇന്നും പോകാനൊക്കും. he can go there today. എന്താണ് അതിന്റെ അർത്ഥം? What does it mean? പ്രാർത്ഥനയിൽ In prayer, പഴകാത്തൊരു ബന്ധം ദൈവത്തോട് വേണം. there is a relationship that does not die out.
Yes. പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോട്. In prayer, you create a relationship with God that is always fresh. ഞായറാഴ്ച മാത്രം വരുന്ന ബന്ധമല്ല, Not a relationship that is produced on ശനിയാഴ്ച Sunday മാത്രം mornings. വരുന്ന ബന്ധമല്ല, Not for Saturday evenings. എന്നും പോകുന്നൊരു ബന്ധം. Everyday relationship. എല്ലാ ദിവസവും ഈ വഴി പോകുന്നൊരു ബന്ധം. A relationship where you travel everywhere. ഇന്ന് രാവിലെയും പോയവർ ഇന്ന് നടുവിലുണ്ട്. This morning there are people ഇന്ന് രാവിലെയും അവന്റെ സന്നിധിയിൽ ചെന്നവർ ഇന്ന് നടുവിലുണ്ട്. who walked that lane in this ഇന്നലെ morning. രാത്രിയിലും അവന്റെ സന്നിധിയിൽ ചെന്നവർ ഇന്ന് നടുവിലുണ്ട്. There are people who went up to him last night. അത് എന്നും പോകുന്നവർക്ക് മാത്രമേ Only those people who go to him daily. ഇന്നും പോകാനൊക്കൂ. Today they can go boldly. എന്താ ഭാഷ അങ്ങനെ പറഞ്ഞേ? Why do you say that, Pastor? ഒരു 3 ദിവസം ഒന്ന് അടുപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിന്ന് നോക്കാം. Now, just if you try not praying for 3 days, 4ാം ദിവസം ഒക്കില്ല. the 4th day you won't be able to pray. 5ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് നമ്മളെ ആള് മാറും. 5th day we will be a totally changed person. 6-7 ദിവസം ആകുമ്പോഴത്തേന് മുഖം മാറും. 6th or 7th day our whole figure will change. ഒരാഴ്ച കഴിയുമ്പോൾ സ്വഭാവം മാറും. And after a week our nature will change. 1 മാസം കഴിയുമ്പോൾ പഴയ ആളാവും. After a month we will become the old person. എന്നാൽ എന്നും പോകുന്നൊരു ബന്ധം ഉണ്ടെങ്കിൽ But if you have a daily going അവൻ relationship, നിന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. he will keep purifying അവൻ you. നിന്നെ He പണിതുകൊണ്ടേയിരിക്കും. will keep building you. മനസ്സിലാകുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ Stand and lift your hands and praise God. ഹല്ലേലൂയ. Hallelujah. പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോടുണ്ടാകട്ടെ. You have a refreshing relationship in prayer with God. ഇനി നിങ്ങളെല്ലാം കേട്ടേ. Now, pay attention. സ്തോത്രം. Hallelujah. ഈ വെളിപ്പാട് കർത്താവ് എന്നോട് സംസാരിച്ചപ്പോൾ When the Lord gave me this revelation, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ എഴുന്നേറ്റ് എന്ന് കരഞ്ഞു. I stood up in my prayer room and cried. ഈ മനുഷ്യൻ This man, നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ ചെന്നു. he went up to his friend who could give, എന്നിട്ട് വാതിലിൽ മുട്ടി. and he knocked his door, വാതിലിൽ മുട്ടിയിട്ട് പറയുകയാണ്, and he is saying from outside, എനിക്ക് 3 അപ്പം വായ്പ തരണം. lend me 3 bread. കഥയിൽ മുട്ടുകയാണ്. And he's knocking the door. അകത്തുനിന്ന് നൽകുന്നവന്റെ മറുപടി. From inside, the one to whom he had gone replies, കഥ അടച്ചിരിക്കുന്നു. my door is shut. ഞാനും മക്കളും കിടന്നുറങ്ങുന്നു. I and my children are in the bed. എഴുന്നേറ്റ് വരാൻ കഴിയില്ല. I cannot come up right now. എന്റെ ചോദ്യം, So my question is, ഇദ്ദേഹം ചോദിച്ചു, he asked this, ഇദ്ദേഹം നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ യാചിച്ചു. he asked this person who could give, പക്ഷെ അകത്തുനിന്ന് മറുപടി but the reply that came from inside, പോസിറ്റീവോ നെഗറ്റീവോ? was it a positive or negative reply? ഹല്ലേലൂയ. അകത്തുനിന്ന് മറുപടി മടുപ്പിക്കുന്നതാണോ ഉത്സാഹം വരുന്നതാണോ? The reply that came from inside, is it frustrating or is it refreshing? ഡിസ്കറേജ് ചെയ്യുന്ന ഒരു മറുപടിയല്ലേ വന്നു? It's a reply that discouraged him. നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിട്ടുണ്ട്? How many of you have been discouraged in prayer? പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിട്ടുള്ളവർ കൈയെന്ന് കയറി. If you're frustrated in your prayer times, lift your hands. പലപ്പോഴും പ്രാർത്ഥിച്ച് ഡിസ്കറേജ് ആയിട്ടുള്ളവർ കൈ കയറി. Many times, even after praying, if you came out with discouragement, lift your hands. കൈ കയറാത്തവരെ ശ്രദ്ധിക്കുക. I mean, to those people who never lifted their hands, എന്നോട് ക്ഷമിക്കണം. please forgive me. നിങ്ങൾ ചൊവ്വേ പ്രാർത്ഥിച്ചിട്ടില്ല. You have never prayed properly. കാരണം പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം. Because in prayer, you will be discouraged at times. കർത്താവ് അതാ പഠിപ്പിച്ചേ. That is what the Lord taught. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം. You will be discouraged in prayer. 2001 ഞാൻ ചോദിച്ചത് ഇതുവരെ 2013 ഇതുവരെ നടന്നിട്ടില്ല. 2001 ഞാൻ ചോദിച്ചത്, There are some things that I asked to the Lord in prayer in the year 2001, and it hasn't happened yet in the year 2013. പക്ഷെ 2013 ജനുവരി ചോദിച്ചത് ഫെബ്രുവരി തന്നു. But what I had asked in the month of January of this year, the Lord gave it to me in the month of February. അപ്പൊ ചില വിഷയങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് വരാം. So for some issues of prayer, we might face discouragement. പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെയും പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിൽ മറുപടി കിട്ടാതെയും മടുപ്പിക്കുന്ന മറുപടികൾ മനസ്സിൽ ലഭിച്ചതിനാൽ ആ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ച പലരും ഇപ്പോഴും ഇരിപ്പുണ്ട്. There are many people seated over here who had once prayed for some things. They kept praying, they never got the answer, so they got frustrated and stopped praying. അപ്പോൾ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ, മടുപ്പിക്കുന്ന മറുപടികൾ പ്രാർത്ഥനയിൽ വരാം. So there will be discouraging experiences in prayer. പക്ഷേ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? But what does the Lord teach over here? മടുത്തു പോകരുത്. You should not be discouraged. ഈ മനുഷ്യൻ നിന്ന് മുട്ടിയപ്പോൾ When this man went and knocked, അകത്തുനിന്നുള്ള മറുപടി the reply that came from inside, മടുപ്പിക്കുന്നതായിരുന്നു. it was a discouraging reply. കണ്ണടച്ചിരിക്കുന്നു. My door is shut. ഞാനും മക്കളും കിടന്നുറങ്ങുന്നു. I and my children are sleeping. എഴുന്നേറ്റ് വരാൻ പറ്റില്ല. I cannot come out. പിന്നെ പുള്ളി എന്നാ ചെയ്തേ? But what did he do? പിന്നെ മുട്ടി. He kept knocking. പിന്നെന്തിനാ മുട്ടിയേ? Why did he knock again? ഇദ്ദേഹം ഇവിടെ നിന്ന് മുട്ടിയിട്ട് ഇതെല്ലാം കിട്ടിയ മറുപടി. And even after knocking first, this is the reply that he got. എന്തുകൊണ്ട് പോകാതെ പിന്നെ മുട്ടുന്നു? Why did he still stay there and kept knocking? അപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. He didn't say that he didn't have bread.
Are you getting it? പുള്ളി പറഞ്ഞ അപ്പം ഇല്ലെന്ന്. Did he ever say that he didn't have bread? ഇദ്ദേഹം അപ്പമല്ലേ ചോദിച്ചേ? He asked for the bread. കഥ അടച്ചിരിക്കുന്നു. But he replied, my door is shut. മക്കൾ എന്നോട് കിടന്നു തുടങ്ങുന്നു. Children are sleeping with me. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. That's all what he said. അപ്പം ഇല്ലെന്ന് പറഞ്ഞു. He never said that he didn't have bread. നീ ചോദിച്ച സാധനം ഇതുവരെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? Have you ever asked the Lord for something and has he ever told you that he will never give it to you? ചിലപ്പോൾ ഇച്ചിരി വൈകി കാണും. Sometimes it might delay. ചിലപ്പോൾ വൈകുന്നുണ്ടായിരിക്കും. Sometimes when you receive it, it might be delayed. പക്ഷെ കർത്താവ് ഇതിനെ പറഞ്ഞിട്ടുണ്ട്, സോറി എന്നെ കൊണ്ട് പറ്റില്ലെന്ന് But പറഞ്ഞിട്ടുണ്ടോ? has the Lord ever told you, sorry, I cannot do ഞാൻ it? ചോദിച്ചത് അവന്റെ കയ്യിലുണ്ട് എന്ന എന്റെ ഉറപ്പാണ് പിന്നെയും എന്നെ മുട്ടാൻ പ്രേരിപ്പിക്കുന്നത്. The assurance that what I am asking to him for is with him is what keeps me praying. ഞാൻ ചോദിച്ചത് അവന്റെ പക്കലുണ്ടെന്നുള്ള എന്റെ വെളിപ്പാടാണ്. ആ വിഷയത്തിൽ മടുത്തു പോകാതെ ഞാൻ പിന്നെ The മുട്ടുന്നത്. reason I'm not discouraged in my prayer and I still persist in prayer in asking to God is because I know that he is able to give it to me. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. To some of the people who are seated over here, നിങ്ങളുടെ തലമുറയുടെ വിടുതലിന്റെ വിഷയം, for your children you have been praying. നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലിന്റെ വിഷയം, For the deliverance of your family you have been നിങ്ങളുടെ praying. ശരീരത്തിന്റെ സൗഖ്യത്തിന്റെ വിഷയം, For the healing in your bodies you have been praying. ആളുകളായി നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിൽ And upon such needs of your life, ഇതുവരെയും ഒരു വിടുതൽ നടന്നില്ലെങ്കിലും if you haven't seen a reply, അതിനകത്ത് വിടുതൽ നടക്കാതിരിക്കില്ല. surely you will receive an answer. വിശ്വസിക്കുന്നവർ എത്ര പേര് അറിയുന്നുണ്ട്? If you believe it, നിന്റെ അപ്പത്തെ വെള്ളത്തിൽ എറിയുക. throw your bread upon the water, ഏറെ നാൾ കഴിഞ്ഞാലും and it shall, even if it അല്പം delays, വൈകിയാലും even if it takes a അല്പം while, വൈകിയാലും even if it takes a while, അതിന് മറുപടി ലഭിക്കാതിരിക്കില്ല. you will surely receive an answer. ഇവിടെ ഇരിക്കുന്ന ബഹുമാനരായ ദേവദാസന്മാരോടും Dear servants of God, എന്റെ വാത്സല്യ മാതാപിതാക്കളോട് my പറയട്ടെ, brothers and sisters, നിങ്ങൾ ചോദിച്ചത് അവന്റെ പക്കലുണ്ട്. whatever you ask, it's within. നിങ്ങൾ ചോദിക്കുന്നത് അവന് നൽകാൻ കഴിയും. Whatever you ask for it, he can പക്ഷേ give it to മടുത്തു you. പോകരുത്. But you should not be മടുത്തു discouraged. പോകരുത്. You should not be സാഹചര്യം കൊണ്ട് frustrated. മടുത്തു പോകരുത്. You should not look to the അപവാദം കൊണ്ട് circumstances. മടുത്തു പോകരുത്. You should not look to the രക്തം കൊണ്ട് മടുത്തു situations. പോകരുത്. You should not be വിശ്വസിക്കുന്നത് ഏറ്റെടുക്കുന്നു. Come on, if you believe it, receive it this morning. മടുത്തു പോകരുത്. You should not be discouraged. അടുത്തിരിക്കുന്ന അവിടെ പറയുക, മടുത്തു പോകരുത്. Tell your neighbor, don't be discouraged. നമ്മൾ ചോദിക്കുന്നത് അവന്റെ കയ്യിലുണ്ട്. പറയാം, Whatever you ask for is within. കൈ കൊടുത്ത് പറയാം, മോനെ നമ്മൾ ചോദിക്കുന്ന യേശുവിന്റെ കയ്യിലുണ്ട്. Come on, tell your neighbor, whatever you're asking for is with Jesus. പാസ്റ്റർ അലക്സ്, നമ്മൾ ചോദിക്കുന്ന യേശുവിന് തരാൻ കഴിയും. He will give to you whatever you ask. മടുത്തു പോകരുത്. Don't be discouraged. മടുത്തു പോകരുത്. Hallelujah. മനസ്സ് മടുത്തു പോകല്ലേ. Come on, don't be വ്യക്തികളെ കേട്ട് discouraged. മടുത്തു പോകരുത്. Don't look at your കാതിൽ കേട്ട് situation. അപവാദം കേട്ട് മടുത്തു പോകരുത്. Come on, don't hear something and be സാഹചര്യങ്ങൾ മടുത്തു discouraged. പോകരുത്. Don't look for നിനക്ക് circumstances. വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും Because there is ഭരിക്കാതെ. someone who has your answer. Hallelujah. 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 മടുത്തു പോകരുത്. Don't be discouraged. ഒന്ന്, First, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. there is no time confined for prayer. രണ്ട്, Second, പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോടുണ്ടാകണം. you need to have a refreshing relationship in your prayer. മൂന്ന്, Thirdly, ആവശ്യബോധത്തിന്റെ തീഷ്ണത പ്രാർത്ഥനയിലുള്ള എന്റെ മടുപ്പിനെ അകറ്റുന്നു. and the greatness of your need takes away any kind of discouragement in prayer. ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ എന്റെ തീഷ്ണത, ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ എനിക്ക് എന്റെ ദൈവത്തോടുള്ള മനോഭാവം ശക്തമായിരിക്കണം. And the attitude I have in prayer when I pray, the greatness of my need, my persistence is what that needs to push me Thank you, forward my in prayer. brothers. Really appreciate you. Hallelujah. Thank you. Hallelujah. ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടാകും. I need to have an assurance that I will receive what I'm asking for. ഇനി ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. One more thing I will say and then we'll pray. നാളെ പകലത്തെ മീറ്റിംഗിൽ, Tomorrow morning session, നാളെ രാത്രിത്തെ മീറ്റിംഗ്, tomorrow night session, ഞായറാഴ്ച പകലും വൈകിട്ട് and Sunday morning and evening. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണം. You need to come with prayer. കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ And if the coming of Lord delays, വലിയ ദൈവപ്രവർത്തിയിലൂടെ കർത്താവ് ചെയ്യും. God will do great and mighty things over here. ഇന്ന് രാവിലെ ഞാനൊരു ബൈബിൾ ക്ലാസ് ആയിട്ട് This morning I'm taking a Bible class. റിവൈവൽ മീറ്റിംഗ് വരുന്നേ ഉള്ളൂ. But the revival meeting is following this. Hallelujah. Praise God. പിന്നെ കർത്താവ് വിളിച്ച വിളി അനുസരിച്ച് ബൈബിൾ ക്ലാസ് റിവൈവൽ ആവും. And if the Lord allows us, even if you're taking a Bible class, He will turn it into a അത് revival. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന It is what the Holy Spirit does. എത്ര പേര് ഞാൻ പറഞ്ഞത് മനസ്സിലാവും? How many of you understand? അത് ദൈവത്തിന്റെ കൃപയാ, It is the grace of God. നമ്മുടെ കഴിവല്ല. It is not our potential. ഇതാണ് ഇതിനകത്ത് മെയിൻ കണ്ടന്റ് വരുന്നു. Now I'm coming to the main content. ഇവൻ ചോദിച്ചത് What this person asked 3 അപ്പം തരണമെന്നാണ്. was for 3 loaves of bread.
ചോദിച്ചതിന്റെ എണ്ണം അവൻ പറഞ്ഞു. He told him specifically what he needed, എന്ത് വേണമെന്ന് അവൻ പറഞ്ഞു. and he told him what he needed. റൈസ് വേണം, If he needed rice, റൊട്ടി വേണം if he needed എന്ന് bread, പറഞ്ഞാൽ അവൻ ചോദിച്ചതിനെ അവൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. which means that he specified to God what he was asking for. ദൈവത്തോട് ചോദിക്കുന്നവർ ചോദിക്കുന്ന കാര്യത്തിൽ കൃത്യതയോടെ ചോദിക്കണം. The people who come to God and ask in prayer, they need to be specific in what they're asking. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, പ്രാർത്ഥിക്കുന്നതിൽ ഒരു കൃത്യത വേണം. Tell your neighbor, be specific in prayer. കൈകൊടുത്ത് പറഞ്ഞാൽ Come on, shake hands with them and say, be specific in prayer. പ്രാർത്ഥിക്കുന്നതിൽ ഒരു കൃത്യത വേണം. You need to be certain what you're praying for. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും തരുന്നില്ല. And God never gives you something because you're just asking for him something. നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ ചോദിക്കുന്ന ആൾക്ക് ഒരു ഉറപ്പ് വേണം. When you are asking, the person who is asking needs to be sure. ഹലോ, ഇതൊരു ഭയങ്കര റെവലേഷനാ. It is a revelation. ചോദിക്കുന്ന കാര്യത്തിൽ What you are asking for, ചോദിക്കുന്നവന് ഒരു ഉറപ്പ് വേണം. the person who is asking for it needs to have an assurance. Amen. Hallelujah. വെറുതെ എന്തൊക്കെയാണ് ചോദിക്കുകയല്ല. Simply you should not go and ask for something. Thank you, Jesus. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ വല്ലാതെ യാചിക്കാൻ. That is why John says, because you are asking just like എന്ന് that. പറഞ്ഞാൽ എന്തൊക്കെയോ എന്ന് പറയാ. Something you are blabbering. No, No, അങ്ങനെയല്ല. that is not how it is. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഒരു ഉറപ്പ് വേണം. Whatever you're praying for, the person who is praying needs to have an assurance. കർത്താവേ, എനിക്കൊരു കാർ തരണമേ. If you're praying, Lord, give me a car. വളരെ മനോഹരമായ ഒരു വണ്ടി തരണമേ. God, give me a beautiful automobile. കർത്താവിന്റെ ചോദ്യം, The Lord will ask you, ഡ്രൈവിംഗ് അറിയാമോ? do you know how to drive? ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു കാർ ചോദിക്കുക. The people who don't know how to drive are asking for a car. നാളെ കാർ വന്നാൽ എങ്ങനെ ഓടിക്കും? Tomorrow, if you receive a car, how will you drive അവൻ it? പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് വേണം. So a person who is praying needs to know what he is praying. ഒരു സംഭവം പറയാം. Let me tell you. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പറയാം. And let me tell you one thing. ഞങ്ങൾ ടീമായി പലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ പോകാറുണ്ട്. Well, we go as a team to many places to minister. പലയിടത്തും പോയി സുവിശേഷം അറിയിക്കാറുണ്ട്. We go and preach the gospel in many places. ഞങ്ങൾക്ക് കൊയറുണ്ട്, കീബോർഡിസ്റ്റ് ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഒക്കെ കർത്താവ് തന്നിട്ടുണ്ട്. The Lord has given us the good choir, all the organists and everyone. അപ്പൊ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഒരു വണ്ടിയിൽ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. And we don't have a vehicle in which all of us, the whole team, can travel together. അപ്പൊ ഞങ്ങൾ ടിവി പ്രോഗ്രാം വ്യൂവർഷിപ്പ് മീറ്റിംഗ് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ വരിക. So we have the television program viewership meeting in North India, Kerala, and different parts of India. അന്ന് രാവിലെ സഭായോഗത്തിൽ ഞാൻ പറഞ്ഞു നമ്മളൊരു ബസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ So പോകും. in that morning, during the worship service on Sunday, I said we are going to pray for a bus. എല്ലാവരോടും കൈ കോർത്ത് പിടിക്കാൻ പറഞ്ഞു. Everyone joined their hands. ഹല്ലേലൂയ. Amen. ഞങ്ങളുടെ ചർച്ചിലെ മെസ്സേജ് ലൈവായിട്ട് എല്ലാവരും ടെലികാസ്റ്റ് ചെയ്യുന്നു. So our church's messages is being telecasted live all over the world. അന്ന് എല്ലാവരും കൈ കോർത്ത് പ്രാർത്ഥിച്ചു. Everyone joined together and in prayer. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ ബസ്സിന് എത്ര സീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. And when I prayed, I told the Lord specifically how many seats we needed in the bus. ആ ബസ്സിന്റെ കളർ ഏതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. I told the Lord what color the bus should be. ഏത് കമ്പനിയുടെ വണ്ടി തരണമെന്ന് ഞാൻ പറഞ്ഞു. And I told him what company or what brand that bus should be. ഹല്ലേലൂയ. Hallelujah. ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സെല്ലാം ഷോറൂമിൽ ചെന്നു. And while people were praying, because I described it, their mind went up to the showroom of the bus. കാരണം 10-15 ലക്ഷം രൂപയാവും ആ വണ്ടി. Because that car cost at least 1.5 million rupees. എസ്പെഷ്യലി നമ്മുടെ മലയാളികൾക്ക് സ്വോത്ര കാഴ്ചയുടെ കാര്യം പറയുമ്പോൾ സ്വോത്രം പോകുമല്ലോ. And especially when you talk about offerings to Malayalis, they lose all their revival. Amen. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ഇത് ഭാരപ്പെടണ്ട. So I told them, none of you be worried about this. നമ്മൾ കൃത്യതയോടെ ദൈവത്തോട് ചോദിച്ചാൽ We are going to specifically ask unto the Lord. നമ്മളെക്കാൾ നല്ലവനറിയും. God is much more better than us. നിങ്ങൾക്ക് കേൾക്കണോ? Do you know something? അന്ന് ലൈവ് പ്രോഗ്രാം അബുദാബിയിൽ ഇരുന്നൊരു സഹോദരൻ കണ്ടോണ്ടിരുന്നു. And a brother in Abu Dhabi was watching the live telecast of our worship. അന്ന് സഭായോഗം കഴിഞ്ഞപ്പോൾ After the worship service, ഞങ്ങളുടെ ഓഫീസിൽ ഫോൺ വന്നു. we received a call in our ആ office. ബസ് ഞാൻ മേടിച്ചു തരാം. And he said, I will buy this bus for you. Amen. Praise the Lord. Thank you. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ബസ് ഞങ്ങളുടെ ചർച്ചിനകത്ത് എൻ്റർ ചെയ്തു. Within a week, we had that bus parked in our church. ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാം വന്ന് വണ്ടിയുടെ മുമ്പിൽ നിന്നു. All the leaders of our church came and stood before the bus. എല്ലാവരും എന്റെ സൗന്ദര്യം കാണുക. And they are just wondering at how great that bus അപ്പൊ was. അതിനകത്ത് കയറി. We got into the bus. അപ്പൊ ചിലരോട് പറയുക, Some people are talking to each other. ഇത്ര വലിയ വണ്ടി വേണമായിരുന്നോ? We need such a big bus? പ്രാർത്ഥിക്കുമ്പോ ഇത് ഓർക്കണമായിരുന്നു. No, you need to remember when you prayed.
പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നവനൊരു ഉറപ്പ് വേണം. The person who is praying needs to know specifically what he is asking for. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ ഷാജി ഡാനിയൽ പാസ്റ്ററിന് ഒരു പുതിയ ഓഫീസ് കൂടെ കൊടുക്കണേ. And if you are praying, Pastor, God, please give a new office to Pastor Shaji Daniel. കർത്താവേ $1 million ഓഫീസ് കൊടുക്കണമേ. Give him an office that is worth $1 million. 2 ആഴ്ച കഴിയുമ്പോൾ പുള്ളിക്ക് $1 million ഓഫീസ് കിട്ടും. After 2 weeks, he will receive that $1 million office. അതിന്റെ ഉദ്ഘാടനത്തെ വിളിക്കുമ്പോഴും ആ ചിരി കാണണം. And when he calls you for the inauguration, you should have the same smile when you pray. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ മോഹമൊക്കെ അങ്ങ് വല്ലാതായി. You should not be jealous when you get there and when you see all the beautiful things. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. What I'm saying is the person who is praying needs to know actually what he's praying for. കാരണം ഈ പ്രാർത്ഥന കേൾക്കുന്നവൻ വിശ്വസ്തനാണെന്ന് തിരിച്ചറിയണം. Because you need to understand that the person who is receiving your prayers is faithful. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. Hallelujah. Put your hands and praise God. ഇവൻ ചോദിച്ചത് കൃത്യതയോടെയായിരുന്നു. Now he went to his friend and asked specifically. സമയപരിമിതികൾ കൊണ്ട് Because of the limitation of time. ഒറ്റ കാര്യം ഞാൻ പറയാം. One more thing, let me ഒരുപാട് വാക്യങ്ങൾ കൃത്യതയോടെ പ്രാർത്ഥിച്ചതിന് എന്റെ ബൈബിളിൽ I have many scriptures written down to tell you about the specificity of prayer. എന്നാൽ ഒരാളെ മാത്രം എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. But let me describe to you one person and then we are going to pray. അതൊരു സഹോദരിയാണ്. And it is a sister. അവളുടെ പേര് ഹന്ന എന്നാണ്. Her name was Hannah. നമുക്ക് ആ വാക്യം നോക്കാം. Let's read that verse. 1 ശമൂവേലിന്റെ പുസ്തകം 1 Samuel 1 അധ്യായം chapter 1 8 മുതൽ 12 വരെ. ദയവായി നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1 Samuel chapter 1 verse 8 to 1 12. അധ്യായം 8 മുതൽ 12 വരെ. അവളുടെ ഭർത്താവായ എൽക്കാനാ അവളോട്, അന്നെ നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്താ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോഹിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം അന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ വാതിക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൻ മനോരസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവളുടെ നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഒരു പുരുഷ സന്താനത്തെ നീ എനിക്ക് തരണമെന്ന് ഹന്ന സ്പെസിഫിക്കായി പറഞ്ഞു. Hannah specifically prayed to the Lord of hosts that God give me a man child. എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല പറഞ്ഞത്. She didn't just generally pray, God give me a baby. എനിക്ക് ആരെങ്കിലും തരണമെന്നല്ല പറഞ്ഞത്. Give me somebody. എനിക്കൊരു ആ കുഞ്ഞിനെ. She prayed, if you're giving to me, give me a man child. അടുത്തിരിക്കുന്നത് പറയട്ടെ, ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ട്. Come on, tell your neighbor, if you're asking, ask specifically. Hallelujah. Hallelujah. കർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ If you're asking to the Lord, you need to be specific. ഇവൻ വളരെ കൃത്യമായി ചോദിച്ചു. She asked specifically. പാസ്റ്റർ ഷാജിയോട് പറയുന്നു. Let me tell Pastor Shaji. പാസ്റ്റർ ഷൈനിയോട് പറയുന്നു. Pastor Shajiയോട് പറയുന്നു. ഇവിടെ ഞാൻ പറയുന്ന ദൈവമക്കളെ, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? Dear children of God, whatever you ask. നിങ്ങൾ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? Whatever you specify. നിങ്ങൾ എന്താണ് ദൈവത്തോട് ചോദിക്കുന്നത്? Whatever you are asking unto God. നിങ്ങൾ ചോദിക്കുന്നത്. Whatever you are asking. ഈ വർഷത്തിൽ നിങ്ങൾ കർത്താവിന് ചെയ്യാനുള്ള നിങ്ങൾ എഴുതി വെക്കുന്നത്. If you write down what you're asking to the Lord. 2014 ദൈവം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്. Whatever you're asking for to the Lord that He might do in the year 2014. ഞാൻ ഉറപ്പായി പറയാം. Let me give you the assurance. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. God will surely do it for you. മത്തായി 21:22. Matthew 23 verse 22. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചത് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് If you ഉണ്ടാകും. believe what you have asked for that you have received, you will surely have it. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Come on, lift your hands and praise God. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Lift your voice and praise God. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. Let's all stand together. എല്ലാവരും എഴുന്നേറ്റാട്ടെ. Let's all stand together. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ I'm going പോവാണ്. to pray for you. Thank you Holy Spirit. Hallelujah. 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 പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. There is no time confines for prayer. പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോടുണ്ടാകണം. And we need to have a refreshing relationship with God. ആവശ്യബോധത്തിന്റെ തീഷ്ണത നിങ്ങളുടെ മടുപ്പിനെ അകറ്റും. And the greatness of the need of your prayer will take away any നിങ്ങൾ discouragement. ചോദിക്കുന്നത് ദൈവത്തോട് കൃത്യമായി ചോദിക്കുക. Whatever you ask unto the Lord, ask specifically. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ. This morning, let me ask you, ഏതെങ്കിലും ഒരു വിഷയം whatever need you might have. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. If you have been praying something to the Lord, lift your hands. അവർക്കായി ഈ സമയം കരങ്ങൾ ഉയർത്താം. This morning, lift your hands. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ I'm going പോവാണ്. to pray for you. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ I'm going to പോവാണ്. pray for you. നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം നടക്കും. God will perform a miracle in your കാരണം life. നിങ്ങൾ ചോദിക്കുന്നത് അവന്റെ പക്കലുണ്ട്. Because what you're asking for is നിങ്ങൾ within. ചോദിക്കുന്നത് അവന്റെ കയ്യിലുണ്ട്. He has what you're asking for. നിങ്ങൾ ചോദിക്കുന്നത്
discouraging. പക്ഷെ നിങ്ങൾ മടുത്തു പോകരുത്. But you should not be discouraged. ഒന്നും കണ്ട് പതറി പോകരുത്. You should not be wayward in whatever you see. യോശുവായോട് പറഞ്ഞതുപോലെ ഞാൻ ചിലരോട് പറയുന്നു. Just like God said to Joshua, let me speak to some. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. You should not be firm and strong in the നിന്റെ Lord. ആയുസ്സിൽ ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിലനിൽക്കുകയില്ല. No one will be able to stand against you in your whole നീ lifetime. പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ Wherever വരും. you go, the Lord God Almighty will accompany you. ആ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. Come on, lift your hands up to the heavens. Father, I thank you. Nandi Gatava. ഇന്ന് നിന്റെ വചനം കേട്ട് നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. Lord, we give your people who heard your word this morning. കർത്താവേ, ഇന്ന് രാവിലെ മീറ്റിംഗ് കഴിഞ്ഞ് God, this morning as a return after this meeting, ഇവരെ കടന്നു പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാകട്ടെ. let them go back to pray. ഇവരെ പ്രാർത്ഥനാ മുറിയിലേക്കാകട്ടെ. Let them return to their prayer room. യേശുവുമായി പഴകാത്തൊരു ബന്ധം, Let them have a renewed relationship with Jesus. എന്റെ ദൈവമായിട്ട് പഴകാത്തൊരു ബന്ധം A refreshed relationship with my God. ഉണ്ടാകട്ടെ എന്ന് I പ്രാർത്ഥിക്കുന്നു. pray that they will have it in their lives. സ്വർഗ്ഗമേ റിഫ്രഷ് ചെയ്താൽ Oh